सदाशिवसमारम्भां नमाम्यहं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 9-ാം അധികാരത്തിലെ 2-ാമത്തെ പദ്യം മുതലാണ് നമുക്ക് ഇന്ന് വായിക്കേണ്ടത്. വാസന നശിച്ചവരുടെ സ്വഭാവം, സ്വരൂപം, അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ 9-ാമത്തെ അധികാരം. അധികാരം എന്ന് പറഞ്ഞാൽ അധ്യായം, സർഗം എന്നർത്ഥം. എല്ലാ ചമയങ്ങളും തുതിക്കുമില്ലറത്തിൽ നെല്ലാമ നീത്താരെന്നീത്താലൻ പുല്ലറിവൈ തീരത്തെളിந்து ശിവത്തോടും പറ്റற்றாർ ആകിൽ പിറപ്പറുക്കലാം. താരതമ്യേന എളുപ്പമായ ഒരു ശ്ലോകമാണ്. എല്ലാ സമയങ്ങളും, സമയം മതം എന്നാണ് അർത്ഥം. തമിഴില് സമയം, റിലിജിയൻ, മലയാളത്തിലെ മതം. എല്ലാ മതങ്ങളും, പല മതങ്ങളും ഉണ്ടല്ലോ ലോകത്തിൽ, എല്ലാ മതങ്ങളും തുതിക്കും ഇല്ലറത്തിൽ. തുതിക്കും എന്ന് പറഞ്ഞാൽ സ്തുതിക്കും. ഇല്ലറം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം, ഭാര്യയും കുട്ടികളോടും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുക, കുടുംബിയായി ജീവിക്കുക എന്നർത്ഥം. ഗൃഹസ്ഥാശ്രമത്തെയാണ് ഇല്ലറം. ഇല്ലറം നല്ലറം എന്നാണ് പറയുന്നത്. ഈ ഗൃഹസ്ഥാശ്രമം വളരെ നല്ലതാണ്, ഉള്ളിൽ വേണ്ടത്ര വിരക്തി ഉള്ളവർക്ക്. സംഘമാണ് എല്ലാറ്റിനെയും നശിപ്പിക്കുന്നത്. സന്യാസാശ്രമത്തിന് കളങ്കം സംഘം, ബ്രഹ്മചര്യാശ്രമത്തിനും കളങ്കമാണ് കാണാൻ സംഘം, ഗൃഹസ്ഥനും കളങ്കം സംഘം തന്നെ, വാനപ്രസ്ഥനും കളങ്കം സംഘമാണ്. അപ്പൊ നിങ്ങൾ ഏത് ആശ്രമത്തിൽ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. മനസ്സിനെ സംഘമുക്തമാക്കി നിർത്താൻ കഴിയുന്നുണ്ടോ? എൻ്റെ മനസ്സ് ഒന്നിലും പറ്റാതെ ഒട്ടാതെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ നിസ്സംഗമായ മനസ്സ് സ്വന്തമാക്കിയ ഒരാൾക്ക് ഏതാശ്രമത്തിൽ കഴിഞ്ഞാൽ എന്ത്? അയാൾ ഒരിടത്തും പതിച്ചു പോകുന്നില്ല, ഒരിടത്തും അയാൾക്ക് വീഴ്ച പറ്റുന്നില്ല, പതനം സംഭവിക്കുന്നില്ല. പതനം പുറമേയുള്ളവയല്ല ഉണ്ടാക്കുന്നത്, അവനവൻ്റെ മനസ്സാണ്. മനസ്സിലെ ആ വിഷയങ്ങളോടുള്ള സംഘമാണ് ജീവനെ അധപ്പതിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഗൃഹസ്ഥാശ്രമത്തെ പുകഴ്ത്തി പറയുകയാണ്. എല്ലാ സമയങ്ങളും തുതിക്കും ഇല്ലറത്തിൽ. എല്ലാ മതങ്ങളും വളരെ വിശേഷപ്പെട്ടതായി പ്രകീർത്തിക്കുന്ന, സ്തുതിക്കുന്ന ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നില്ലാമൽ നീത്താലെൻ, ഈ ഗൃഹസ്ഥാശ്രമത്തിൽ നിൽക്കാതെ ഗൃഹസ്ഥാശ്രമത്തെ ചാടിക്കടന്ന് എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യാസത്തിലേക്ക് പോയി അവരുടെ ത്യാഗം കൊണ്ട് എന്ത് പ്രയോജനം? നീത്താർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചവർ, നീക്കിയവർ, എല്ലാറ്റിനെയും ത്യജിച്ചവർ എന്നർത്ഥം. ഇല്ലറത്തിൽ നില്ലാമൽ, ഇല്ലറത്തിൽ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിൽക്കാതെ. ഈ ഗൃഹസ്ഥാശ്രമം എന്തോ വലിയ കുഴപ്പം പിടിച്ചതാണ്. ഇത് നമ്മെ അധപ്പതിപ്പിച്ച് കളയും. നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വലിയ തടസ്സമാണ് ഈ ഭാര്യയും കുടുംബവും കുട്ടികളും എന്ന് വിചാരിക്കുന്നത് അജ്ഞത കൊണ്ടാണെന്നാണ്. ഇനി നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ യഥാർത്ഥത്തിൽ താല്പര്യമില്ല എങ്കിൽ ഓക്കെ, നേരിട്ട് സന്യാസത്തിലേക്ക് പോകാം, അത് വേണ്ടെന്ന് പറയുന്നില്ല. ഇതൊരു കുഴപ്പം പിടിച്ച ഏർപ്പാടാണ്. ഇതിനകത്ത് പെട്ട നമുക്ക് പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഇതൊരു പൊട്ടക്കിണർ പോലെയാണ്, വീണ അതിൻ്റെ ഉള്ളിൽ ആജീവനാന്തം കഴിയേണ്ടി വരും എന്നൊന്നും വിചാരിക്കേണ്ട. അത്ര ദോഷമുള്ളതല്ല ഗൃഹസ്ഥാശ്രമം നമ്മൾ കരുതുന്നത് പോലെ. അതുകൊണ്ട് നിങ്ങൾക്കൊരു കുടുംബ ജീവിതം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിവാഹിതനായി കഴിഞ്ഞോളൂ, അല്ലെങ്കിൽ വിവാഹിതയായി കഴിഞ്ഞോളൂ, ദോഷമൊന്നുമില്ല. അടിമയാവരുത് ഒന്നിനും നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ആകർഷണ വലയത്തിൽ പെടരുത്. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ത്രീയും പുരുഷനും കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. സ്ത്രീ എന്ത് ചെയ്തു? പുരുഷനെ. അതുപോലെ സ്ത്രീയെ പുരുഷൻ ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത്? ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. രണ്ടുപേരുടെയും മനസ്സിലുള്ള വൈകല്യം, ആ കാമമെന്നുള്ള വികാരം, അത് ഈ വ്യക്തികളുടെ മനസ്സിലാണ്. അതിന് എതിർലിംഗത്തെ പഴിച്ചിട്ടെന്ത് കാര്യം?
അതുകൊണ്ട് ഈ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയാതെ ത്യജിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് കടന്ന് നീത്താലൻ, ആ ത്യാഗം കൊണ്ട് എന്ത് പ്രയോജനം, ആർക്കെന്ത് ഗുണം? യഥാർത്ഥത്തിൽ നമുക്കൊരു കടുത്ത വൈരാഗ്യമുണ്ട്, കുടുംബജീവിതത്തോട് വലിയ താല്പര്യമില്ല എങ്കിൽ നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് പോവാം. അല്ലാതെ ഇതൊരു കുഴപ്പം പിടിച്ചതാണ്, അപ്പോ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഈ ഗൃഹസ്ഥാശ്രമത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ് എന്നാണ്. ഇല്ലറത്തിൽ നില്ലാമൽ നീത്താരൻ നീത്താലൻ. നീത്താർ എന്ന് പറഞ്ഞാൽ അവിടെ ത്യജിച്ചവർ സന്യാസികൾ. അവരുടെ ത്യാഗം കൊണ്ട് എന്ത് പ്രയോജനം? അത് പാകത വന്ന ത്യാഗമല്ല. കുറച്ചു കാലം ഈ ഗൃഹസ്ഥാശ്രമത്തിൽ കഴിഞ്ഞ് മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കൂ, ഒന്ന് പാകപ്പെടുത്തിയെടുക്കൂ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല, വേണമെങ്കിൽ ആ മനസ്സിന് ഒരു ഡിസിപ്ലിൻ, ഒരു ചിട്ട, ഒരു നിയന്ത്രണം അതൊന്ന് വഴങ്ങിത്തരാൻ വേണ്ടി വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല. പുല്ലറിവൈ തീരെ തെളിന്ത് ശിവത്തോടും പറ്ററാറാകിൽ. പുല്ലറിവ്, മലയാളത്തിലെ പുല്ല് എന്ന് പറഞ്ഞാൽ നിസ്സാരം. കോളേജ് പിള്ളേര് വളരെ അടുത്ത സുഹൃത്തുക്കൾ നമ്മുടെ പുല്ലേ, അത് വേറെ, അത് ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൂട്ടുകാർക്ക് എന്തും പറഞ്ഞ് വിളിക്കാമല്ലോ. ഇവിടെ പുല്ലറിവ് എന്ന് പറഞ്ഞാൽ അല്പമായ അറിവ്, വിഷയജ്ഞാനം, പ്രപഞ്ച വസ്തുക്കളെ കുറിച്ചുള്ള അറിവ് അല്പമാണ്. ഈ സത്യമോ അനന്തമായ സത്യം, അതിനെക്കുറിച്ചുള്ള അറിവും അതുപോലെ ഉത്കൃഷ്ടവും അനന്തവുമാണ്. അതിനെയാണ് ഭൂമാവ് എന്ന് ഉപനിഷത്ത് പറയുന്നത്. ഈ ഭൂമാവ് സുഖസ്വരൂപമാണ്. ഭൂമാവല്ലാത്തത് പരിമിതങ്ങളായ പ്രപഞ്ച ഘടകങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ, അതൊക്കെ അല്പം, നിസ്സാരം. എന്തുകൊണ്ട് അല്പം എന്ന് പറഞ്ഞു? കുറച്ച് സമയം മാത്രം നിലനിന്നിട്ട് ഇല്ലാതാകുന്നവ. അത് പിന്നെ അല്പമല്ലാതെ എങ്ങനെ മഹത്താവും? ജനിക്കാതെ, ഒരു മാറ്റത്തിനും വിധേയമാകാതെ, അതുകൊണ്ട് തന്നെ മരിക്കാതെ നിലനിൽക്കുന്ന ഒന്നാണ് ശ്രേഷ്ഠം. അത് വേണം മനുഷ്യൻ അന്വേഷിക്കാൻ, അതിനെ വേണം അന്വേഷിക്കാൻ. മറ്റുള്ളതിനെ കുറിച്ച് ഉള്ള അറിവ് ജീവിതത്തിന് ധന്യത ഉണ്ടാക്കില്ല. നമുക്ക് വേണ്ടത് നിരന്തരമായ സുഖമാണ്. നിരന്തരമായ സുഖം എന്ന് പറഞ്ഞാൽ സുഖം സ്വരൂപമായിട്ടുള്ള ഒന്നിൽ നിന്ന് മാത്രമേ അത്തരം സുഖം നമുക്ക് കിട്ടും. സുഖം സ്വരൂപമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മമോ അനശ്വരമായ സത്യമാണ്. നിരന്തരമായ സുഖം എന്ന് പറഞ്ഞാൽ ആ വസ്തുവും എന്നും നിലനിൽക്കുന്നതാവണ്ടേ. വസ്തു തന്നെ ഇല്ലാതെയായാൽ അതിന്റെ സുഖവും അതോടൊപ്പം പോയിപ്പോവില്ലേ? അതുകൊണ്ട് അനശ്വരവും ആനന്ദ സ്വരൂപവുമായ വസ്തുവാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അതിനെ വേണം അന്വേഷിക്കാൻ. മറ്റുള്ളതൊക്കെ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. പ്രധാന ലക്ഷ്യം ഈ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്. അല്പമായ വിഷയജ്ഞാനം അല്ലെങ്കിൽ ഭേദജ്ഞാനം, വേറെ 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 പരിമിതങ്ങളായ വസ്തുക്കൾ, ഓരോന്നിനും ഓരോ കൊച്ചു കൊച്ചു രൂപങ്ങൾ, കൊച്ചു രൂപമായാലും വലിയ രൂപമായാലും അനന്തതയില്ലല്ലോ ഈ രൂപങ്ങളൊന്നും. ഏത് രൂപവും പരിമിതമാണല്ലോ. നമ്മുടെ കണ്ണിന് വിഷയമാവുന്നതാണല്ലോ. ദൃശ്യം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നതാണ്, കണ്ണിന്റെ മുമ്പിൽ, കണ്ണെതിരെ പ്രകാശിക്കുന്നതാണ്. അത് പരിമിതമാവാനേ തരമുള്ളൂ. അപ്പൊ ഈ വിഷയജ്ഞാനം, ഭേദജ്ഞാനം, അത് തന്നെയാണ് അജ്ഞാനം. അനന്തമായ ഒരു സത്യത്തിന്റെ പ്രകടനമാണ് ഈ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കാതെ ആ അജ്ഞാന ദശയിൽ കഴിഞ്ഞാൽ ആ പുല്ലറിവൈ തീരെ ആ അജ്ഞാനത്തൊക്കെ പൂർണ്ണമായി അകറ്റി എങ്ങനെ ജ്ഞാനം നേടുന്നത് വഴി തെളിന്ത്, ഉള്ളിലൊരു തെളിച്ചം വേണം. ഇപ്പൊ കലങ്ങി കിടക്കുകയാണ് ഉള്ളു, കലക്കമാണ്. കലക്കമൊക്കെ മാറി തെളിഞ്ഞ് തെളിന്ത് ശിവത്തോടും പറ്റട്രാർ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രയോഗം. ശിവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുകയാണ് മനുഷ്യ ലക്ഷ്യം. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കണം. മറ്റുള്ളതൊക്കെ കൂടെ ഇരുന്നോട്ടെ, പക്ഷെ ഇതായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തോടും നമുക്കൊരു സംഘം ഉണ്ടാവില്ല. അതായത് മോക്ഷം വേണം, മോക്ഷം വേണം, ഉള്ളിലൊരു തീരാത്ത ആശ, കൊതി. അത് നല്ലത് തന്നെയാണ്. നമ്മെ തള്ളി 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 ഈ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഉള്ളിലുള്ള തീവ്രമായ മുമുക്ഷുത്വമാണ്. അത് നല്ലതാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ആ തീവ്രമായ ആഗ്രഹവും പതുക്കെ ഉള്ളിൽ നിന്ന് പോകും. എന്തുകൊണ്ട്? നമ്മൾ സത്യത്തോട് അടുക്കുന്നു എന്നുള്ളതിന്. അതാണ് ആ ആഗ്രഹവും കൂടെ ഒഴിഞ്ഞു പോകുന്നത്.
ആ ശിവത്തോടും സംഘമില്ലാതെ ഞാൻ ബ്രഹ്മം, ആ ഭേദമുണ്ട്. ഞാൻ ബ്രഹ്മമാണെന്നറിയാം, എന്നാൽ ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. ആ ബ്രഹ്മത്തോട് ഈ ഞാനിന് സംഘവുമുണ്ട്, അതും പോകണം. ശിവത്തോടും പற்றറ്റാർ ആഹിൽ, അങ്ങനെ ആയാൽ ശിവത്തിനോടും ശിവസ്വരൂപത്തോടും സംഘമില്ലാതെയായാൽ പിറപ്പറുക്കലാം, ജനനത്തിൽ നിന്ന് രക്ഷപ്പെടാം. പിറപ്പിനെ അറുക്കാം, വെട്ടി വീഴ്ത്താം. ജനനത്തെ വെട്ടി വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ മരണത്തെ വെട്ടി വീഴ്ത്തുക എന്ന് തന്നെയാണ്. ഈ ജനനവും മരണവും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും. ജ്ഞാനി മരിക്കുന്നില്ല, അതുകൊണ്ടാണ് ജനിക്കുന്നത്. ജ്ഞാനി മരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ശരീരം പതിക്കുന്നു, അത്രയേ ഉള്ളൂ. ജനിച്ചാൽ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. വാസനകൾ ബാക്കിയുണ്ടെങ്കിൽ പുതിയൊരു ശരീരം സ്വീകരിക്കേണ്ടതായും വരും. അപ്പോൾ പിറപ്പറുക്കാൻ, ജനനം ഇല്ലാതെയാവാൻ ഈശ്വരനോടുള്ള സംഘത്തെ പോലും വിടണം. ഈശ്വരനോട് പോലും സംഘം ഉണ്ടാവരുത്. സാധാരണ നമ്മൾ പറയുന്നത് എന്താ, മറ്റെല്ലാ സംഘങ്ങളും ഇല്ലാതെയാവാൻ ഈശ്വരനോട് മാത്രം സംഘം വെക്കൂ എന്നാണ്. അത് വിഷയസംഘങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയാണ്. അടുത്ത സ്റ്റേജ് ഈ ഈശ്വരനോടുള്ള സംഘവും ഇല്ലാതെയാവും. ഈശ്വരനോടുള്ള സംഘം ഇല്ലാതെയായാൽ ഈശ്വരനാവും. നമ്മൾ ഈശ്വരനിൽ നിന്ന് അന്യരാണ് എന്ന് വിചാരം ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ആ ഈശ്വരനോടൊരു സംഘം. ഈശ്വരനോട് സംഘമുണ്ടോ? അപ്പൊ ആ സംഘവും എന്റെ ഉള്ളിൽ നിന്ന് പോയാൽ ഞാൻ ഈശ്വരനായി. ഈശ്വരനോട് സംഘം വെക്കുന്നതോ മേലെ, ഈശ്വരനായിത്തീരുന്നതോ മേലെ. ഇതില് ഈ സന്ദർഭത്തിൽ ഉള്ളത് 40 രമണ മഹർഷി എഴുതിയ ഒരു കൃതിയാണ്. അതിന്റെ മലയാള തർജ്ജമയാണ് സദ്ദർശനം. അതില് അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്, ജ്ഞാനം ആം താനേ മെയ്, നാനാ ആം ജ്ഞാനം അജ്ഞാനം ആം. ആം എന്ന് പറഞ്ഞാൽ ആകും, ആകുന്നു എന്നാണ്. ജ്ഞാനം ആം താനേ മെയ്, ജ്ഞാനസ്വരൂപനായ ഞാനാണ് മെയ്, സത്യം. ആത്മസ്വരൂപിയായ ഞാനാണ് സത്യം. നാനാ, സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള നാനാ, നാനാത്വം, പലത്. നാനാ ആം ജ്ഞാനം, പലതുണ്ട്, പലത് സത്യമാണ് എന്നുള്ള അറിവ്. അജ്ഞാനം ആം, അത് അജ്ഞാനമാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, ആത്മസ്വരൂപിയായ ഞാൻ മാത്രമേ ഉള്ളൂ, അതാണ് സത്യം. പലതിൻ്റെ അറിവ് കള്ളം, അത് മിഥ്യയാണ്. അത് തന്നെയാണ് അജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളം വ്യാഖ്യാനം വായിക്കാം. ഗൃഹസ്ഥാശ്രമം വളരെ ശ്രേഷ്ഠമാണെന്നാണ് സകല മതങ്ങളും ഒന്നുപോലെ സ്തുതിച്ചു കൊണ്ടാടുന്നത്. ആ ആശ്രമത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ലാഭം നേടാനിരിക്കുന്നു? മനസ്സിനെ പാകപ്പെടുത്തൂ, കുടുംബത്തെയും കുട്ടികളെയും കുറ്റം പറയാതിരിക്കൂ. അവര് നിങ്ങളെ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ മനസ്സാണ് അവരിൽ സംഘബദ്ധമാവുന്നത്. അവരെന്ത് ചെയ്തു? പാവങ്ങൾ. നമ്മുടെ ഹിതം, നമ്മുടെ ക്ഷേമം അതുമാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് മിക്കവാറും സ്ത്രീകളും കുട്ടികളും. കുട്ടികളുടെ കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഭാര്യമാർക്ക് ഭർത്താവിനോട് വളരെ പ്രതിപത്തിയും ഇഷ്ടവും ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ വലിയ ശ്രദ്ധയുള്ളവരാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. വലിയ കാര്യമായ തകരാറൊന്നും ആ ബന്ധത്തിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അവിടെ ഇവിടെ തെറ്റിയും തെറിച്ചും ചില എക്സെപ്ഷൻസ് കാണും, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും പൊതുവെ ഇതാണ് സ്ഥിതി. അത് അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയുന്നത് ഒട്ടും ശോഭനമല്ല. ഏത്? ഗൃഹസ്ഥാശ്രമത്തെ. അത് കുഴപ്പം പിടിച്ച ഒരു ഏർപ്പാടാണെന്ന് വിചാരിച്ച് ഗൃഹസ്ഥാശ്രമത്തെ ഒഴിവാക്കുന്നത് പാകതയുടെ ലക്ഷണമല്ല. പിന്നെ എന്താണ് വേണ്ടത് എങ്കിൽ നമ്മെ സംസാരത്തിൽ രസിപ്പിച്ചു കൊടുക്കുന്ന ഇന്ദ്രിയബോധവും ജീവബോധവുമാകുന്ന ഹീനബോധങ്ങളെ, ഞാനൊരു ജീവനാണ്, വ്യക്തിയാണ്, അതിനെ തുടർന്നാണ് ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ് തുടങ്ങിയ വിചാരങ്ങളൊക്കെ. ആ ജീവബോധവും ഇന്ദ്രിയബോധവും, എനിക്ക് ശരീരമുണ്ട്, ആ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട്, ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ 5 തരത്തിലുള്ള സുഖം ഞാൻ അനുഭവിക്കും, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ദോഷം ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള വിചാരങ്ങളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കണം. ഈ ഹീനബോധങ്ങളെ പാടയകറ്റി അരുൾബോധത്തിൽ സ്ഥിരനിലയുറച്ച് ശിവത്തിൽ മുഴുകി ഞാൻ ശിവമായി എന്ന അല്പമായ അഭിമാനപ്പറ്റും നീക്കിയാൽ, ഞാൻ ബ്രഹ്മമാണ് എന്നൊരാൾ പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമില്ല അവിടെ. ഈ ഞാനിനും ബ്രഹ്മത്തിനും ഒരു ചെറിയ ഇടവെളി. അഹം ബ്രഹ്മാസ്മി നല്ലത് തന്നെ, ആ അനുഭവം നല്ലത് തന്നെ. പക്ഷെ അവിടെ ഒരു നിഴൽ രൂപത്തിലുള്ള ഞാനിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നത്. അതും ഇല്ലാതെയായാൽ, ആ ഞാൻ എന്നുള്ള ഭാവം പൂർണ്ണമായി ഉള്ളിൽ നിന്നകന്നാൽ, അഭിമാനപ്പറ്റും നീക്കിയാൽ ശിവം താനായിത്തീരും, ശുദ്ധ ശിവസ്വരൂപമായി മാറും.
ഓരോ ജീവനും. ആ നിലയിൽ പുനർജന്മം ഉടലെടുക്കാൻ ഇടയാകയില്ല. പിന്നീടൊരു ജന്മം എടുക്കേണ്ട കാര്യമില്ല. അതിപാവനമായ ഈ അരുൾനില പ്രാപിക്കുവാൻ ഗൃഹസ്ഥാശ്രമം അഥവാ ഇല്ലറം ഒരു തടസ്സവുമാകുന്നില്ല. ഒരു തരത്തിലും അത് തടസ്സമല്ല. പിന്നെ സംഘബദ്ധമായ മനസ്സിന് എല്ലാം തടസ്സമാണ്. സർവ്വതും അയാളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഒരിടത്തൊന്നും അയാൾക്ക് രക്ഷയില്ല. കാരണം സംഘബദ്ധമായ മനസ്സാണ് അയാളുടെ ഉള്ളിലുള്ളത്. അതാണ് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ പുറമേയുള്ള ആശ്രമമോ മറ്റ് പരിതസ്ഥിതികളോ ഒന്നുമല്ല. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. മനയിഴക്കിലോ മനത് മാറാത് മായ്ந்த തനയിഴക്കിലോ ശിവനെ ശാർந்து அங்கு അനുഭവിക്കை போகாது அது போகிர் பூரணமாம் പൂരണന്താൻ ആഹാതിരിപ്പത് എവർക്ക് ആം. മനയിഴക്കിലോ മനത് മാറാത്. മനൈ മലയാളത്തിലെ മന. നമ്പൂതിരി ഗൃഹങ്ങളെയാണ് സാധാരണ മന എന്ന് പറയുന്നത്. ഞാനും ഒരു മനയിൽ നിന്ന് വരുന്നയാളാണ്. ഖരമന. അതാണ് കരമനയായത്. ഖരൻ അസുരനാണ് കേട്ടോ. അവിടെ ഉള്ള എല്ലാം അസുര സ്വഭാവം ഉള്ളതാണെന്ന് വിചാരിക്കരുത്. ഖരന്റെ മനയായിരുന്നു. ഖരൻ ദൂഷണൻ. ശ്രീരാമൻ വധിച്ച 2 അസുരന്മാരാണ് ഖരദൂഷണന്മാർ. അതിൽ ഖരന്റെ മന, ചിലരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഇത് ഖരന്റെ മന തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മനയിഴക്കിലോ വീടുപേക്ഷിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തെ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് മനത് മാറാതെ, മനസ്സ് മാറുന്നില്ല. മനസ്സിന് കാര്യമായ മാറ്റമൊന്നും സംഭവിക്കില്ല. നിങ്ങൾ പുറത്തൊരു പരിതസ്ഥിതിയിൽ നിന്ന് മാറി, ഞാൻ ഇവിടുന്ന് ബോംബെക്ക് പോയി, എന്റെ സ്വഭാവം മാറും. വേണമെങ്കിൽ കുറച്ചുകൂടെ വഷളാവുമെന്നല്ലാതെ കാര്യമായ മെച്ചമോ അതിലൊരു മേന്മയോ ഒന്നും ഉണ്ടാവില്ല. സ്ഥലം മാറിയതുകൊണ്ട്, കാലം മാറിയതുകൊണ്ട് മനസ്സ് മാറുന്നു. അങ്ങനെ കരുതാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് വീട് വിട്ട് ഓടിയത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ജ്ഞാനം നേടിക്കളയാം എന്നാരും വിചാരിക്കേണ്ട. അതൊക്കെ വെറും വ്യാമോഹമാണ്. വീട്ടിനകത്തിരുന്ന് കുഴപ്പമുണ്ടാക്കുന്ന മനസ്സ് എവിടെ പോയാലും കുഴപ്പമുണ്ടാക്കും. കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ സ്വഭാവം. രമണ മഹർഷി പറയും, മനുഷ്യർ പുണ്യതീർത്ഥങ്ങളൊക്കെ തേടി പോകുന്നുണ്ടല്ലോ. ഹരിദ്വാർ, ഋഷികേശ്, കാശി, രാമേശ്വരം, പല സ്ഥലങ്ങളിലും പോകുന്നു. പക്ഷെ ഇവൻ പോണ സ്ഥലത്തെല്ലാം മനസ്സെന്ന് പറയുന്ന കുരങ്ങനെയും കൂടെ കൊണ്ടാണല്ലോ പോണത്. കുരങ്ങനെ എവിടെ കൊണ്ടുപോയാലും ആ കുരങ്ങന്റെ സ്വഭാവം മാറും. അവന്റെ ചപലത മാറില്ലല്ലോ. ഇവിടെ ചപലതയോടുകൂടി കഴിയുന്ന കുരങ്ങൻ അവനെ കേദാർനാഥിൽ കൊണ്ടിരുത്തിയ അവിടെയും നോക്കി ആൾക്കാരെ നോക്കി പല്ലൊലിക്കും. അവിടെയും ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ചാടും. ബേസിക് സ്വഭാവം, അടിസ്ഥാന സ്വഭാവം മാറില്ല. മാറും. നമ്മുടെ ബോധപൂർവമായ പ്രയത്നം, അതിന് ആന്തരമായ പ്രയത്നമാണ് വേണ്ടത്. പുറത്ത് സ്ഥലം മാറിയത് കൊണ്ടോ സമയം മാറിയത് കൊണ്ടോ ഒന്നും മനസ്സിന്റെ സ്വഭാവം മാറില്ല. ആ കാര്യമാണ് പറയുന്നത്. മനയിഴക്കിലോ വീട് വിട്ടത് കൊണ്ട് മനത് മാറാതെ, മനസ്സ് മാറില്ല. മായ്ത്ത തനയിഴക്കിലോ. ഇനി മനസ്സിനെ നമ്മൾ വിചാരത്തിലൂടെ, തത്വവിചാരത്തിലൂടെ മനസ്സിനെ ഉപശമിപ്പിച്ചു. മനസ്സിനെ ഉപശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകൾ, വിചാരങ്ങൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ചലനങ്ങളെയൊക്കെ നാം ബോധപൂർവം അടക്കി എന്നിരിക്കട്ടെ. അപ്പോഴും ഈ മനസ്സിനെ അടക്കിയ ഒരുവനുണ്ടാവും, ഞാൻ. മായ്ത്ത തനൈ ഇഴക്കിലോ. മനസ്സിനെ ഉപശമിപ്പിച്ച് അല്ലെങ്കിൽ മനസ്സിനെ നശിപ്പിച്ച് ഞാനിനെ ഉപേക്ഷിച്ചാൽ ശിവനെ ശാർந்த അങ്ങ് അനുഭവിക്കൈ പോഹാത്. ഞാനിനെയും വിട്ടാൽ ശിവാനന്ദാനുഭവം ബാക്കി നിൽക്കും. ബ്രഹ്മാനന്ദം നിരന്തരം ഉള്ളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ഭാവം അപ്പോഴും അവശേഷിക്കും. ആ ഞാനിന്റെ ഒരു നിഴൽ അപ്പോഴും ബാക്കിയുണ്ടാവും. സുഖം അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതിനോടൊപ്പം ഒരു നിഴൽ രൂപത്തിൽ ജ്ഞാനം ഉണ്ടാകും, ഒരു ചിത്തവൃത്തിയായി. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. ഞാൻ ബ്രഹ്മമാണ്. അതൊരു ചിത്തവൃത്തി അല്ലെങ്കിൽ സൂക്ഷ്മമായ ബുദ്ധിവൃത്തിയാണ്. അപ്പോൾ ഒരു നേരിയ ഞാനിന്റെ അംശം അവിടെ അവശേഷിക്കുന്നു. ശിവനെ ശാർന്തങ്ങ് അനുഭവിക്കൈ പോഹാത്. ശിവനോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഞാൻ ബാക്കി നിൽക്കും. ആ ഞാനെന്നുള്ള ഭാവം അപ്പോഴും പൂർണ്ണമായി വഴിമാറിത്തരില്ല. അതും കൂടെ ചേർന്ന് നിൽക്കും ഈ ആനന്ദ അനുഭവത്തോട് ഒപ്പം. അത് പോഹിർ. ആ ഞാനെന്നുള്ള ഭാവവും പോയാൽ പൂർണ്ണമാം, പൂർണ്ണ വസ്തുവായി. ചുരുക്കം എന്താ? അഹങ്കാരത്തിന്റെ കണിക പോലും ഉള്ളിൽ അവശേഷിക്കും. ഒരു നിഴൽ രൂപത്തിൽ പോലും ഈ അഹങ്കാരം
ഉള്ളിലുണ്ടാവരുത്. അപ്പോൾ ബ്രഹ്മമായി മാറുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ബോഹിർ, അത് എന്ന് പറഞ്ഞാൽ ആ നേരിയ ജീവബോധം, അതും നഷ്ടമായാൽ പൂരണമാം, പൂർണ്ണ വസ്തുവായി പ്രകാശിക്കും. പൂരണം താൻ ആകാതിരിപ്പത് എവർക്ക് ആം, താൻ പൂർണ്ണമായ ശിവതത്വമാണ് എന്ന ചിന്തയും നഷ്ടപ്പെട്ടവർ. അത് ഒരു ബുദ്ധിവൃത്തിയാണ്. ഞാൻ ബ്രഹ്മമാണ്, ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ഒരു അറിവാണ്. അതും പോയാൽ ശുദ്ധ ബ്രഹ്മം. അവിടെ ഞാൻ ബ്രഹ്മം അങ്ങനെയുള്ള ഭാവമൊന്നുമില്ല. ആ വസ്തു വസ്തുവായി നിൽക്കും, വസ്തുസ്ഥിതിയിൽ നാം നിൽക്കും. അതാണ് ഏറ്റവും ഉന്നതമായ നില. പൂർണ്ണം താൻ ആകാതിരിപ്പത് എവർക്കാം, താൻ പൂർണ്ണമായ ശിവതത്വമാണെന്ന വിചാരവും പോയവർ എന്ന് പറഞ്ഞാൽ ആ ഞാനിന്റെ ഒഴിവ്, അതിനും സാക്ഷിയായിരിക്കുന്നവർ, അവർ ബ്രഹ്മസ്വരൂപികൾ തന്നെ. ഞാനെന്ന ഭാവവും അകന്നുപോയി, അതിനും സാക്ഷി. അവർ ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ആകാതിരിപ്പത് എവർക്ക് ആം, അവർ ആരായിരിക്കും? ഈ അഹങ്കാരത്തെ പോലും, അഹങ്കാരത്തിന്റെ ഒഴിവിനെ പോലും സാക്ഷിഭാവത്തിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ ആരാണ്? ആരായിരിക്കും അവർ? ഒരു ചോദ്യം നമ്മോട് ഇട്ട് തരികയാണ്. ബ്രഹ്മം എന്നാണ് അതിന്റെ ഉത്തരം. അവർ ബ്രഹ്മമായി മാറുന്നു. അവരുടെ ഉള്ളിൽ വ്യക്തിത്വത്തിന്റെ നിഴൽ പോലുമില്ല, സാക്ഷാത് ബ്രഹ്മമായി മാറുന്നു. സന്യാസത്തിന്റെ പരമലക്ഷ്യവും ഈ അഹങ്കാരത്യാഗം അല്ലെങ്കിൽ ജീവബോധം ഇല്ലാതാകലാണ്. ഗൃഹാദികൾ ഉപേക്ഷിച്ച് സന്യസിക്കുന്നതായാൽ വിഷയവാസനകൾ നശിക്കാതിരിക്കുന്ന കാലത്തോളം മനസ്സ് ഗൃഹാദികളിലുള്ള ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുന്നില്ല. വീടിനെ വിട്ടതുകൊണ്ട് വീടിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാതെയാകുമോ? നിങ്ങൾക്ക് വീട് ഉപേക്ഷിക്കാം, കുടുംബം ഉപേക്ഷിക്കാം, ദൂരെ എവിടെയെങ്കിലും ചെന്ന് താമസിക്കാം. പക്ഷെ ആ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകളെ നിങ്ങൾ എന്ത് ചെയ്യും? വീട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്താ പരിഹാരം? അതാണ് പറഞ്ഞത്, പുറമേ ഉള്ളതൊന്നും നമുക്ക് ഒരു വിഘ്നവും ഉണ്ടാക്കുന്നില്ല. ഇവയൊന്നും തടസ്സമേ അല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രതിബന്ധം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിത്തവൃത്തികളാണ്. ആ ചിത്തവൃത്തികൾ സംഘം കൊണ്ടുണ്ടാവുന്നത്. അപ്പോ ഉള്ളിൽ വേണം അതിനെ ചികിത്സിച്ച് ശുദ്ധമാക്കാൻ. അസുഖം ഉള്ളിലാ, പുറത്തല്ല. ജീവബോധം അകറ്റി ശിവത്തെ പ്രാപിച്ചു എന്നിരിക്കട്ടെ. ഈ ജീവബോധത്തെ നമ്മൾ പാകപ്പെടുത്തി താൻ ബ്രഹ്മമാണ് എന്ന് സാക്ഷാത്കരിച്ചു എന്നിരിക്കട്ടെ. അവിടെയും ശിവാനന്ദം അനുഭവിക്കുന്നു എന്ന അഭിമാനം തുടരുന്നതാകയാൽ ഞാനിപ്പോ അനന്തമായ സുഖം അനുഭവിക്കുന്നു. അതും ബുദ്ധിവൃത്തിയാണ്. അവിടെയും ഒരു ഞാൻ നിഴല് പോലെ ബാക്കി നിൽക്കുന്നു, അതും പോണം. ശിവാനന്ദം അനുഭവിക്കുന്നു എന്ന അഭിമാനം തുടരുന്നതാകയാൽ ആ നിലയം തുറവാകുന്നില്ല. സന്യാസം അപ്പോഴും പൂർണ്ണമായില്ല എന്നാണ്. അതിനെയും കൂടെ വിട്ടാലേ സന്യാസമാവും. ഞാൻ ആത്മാനന്ദം അനുഭവിക്കുന്നു എന്നൊരു ഭാവം, ഒരു ബുദ്ധിവൃത്തി ഉള്ളിലുണ്ടെങ്കിൽ അതും പോകണം. അപ്പോഴേ ത്യാഗം സമ്പൂർണമാവും. ആ ആനന്ദാനുഭവ ബോധവും അടങ്ങിക്കിട്ടുന്ന സമയം പരിപൂർണത്വം താനേ ഉണ്ടാകും. അത് പോയാൽ പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് നമ്മൾ ശാന്തി മന്ത്രം പറയാറുണ്ടല്ലോ. ആ പൂർണ്ണത ഉള്ളിൽ അനുഭവപ്പെടും. നിറവ്, മികവ്, തികവ്, മേന്മ, ധന്യത, ഇതിനാണ് ഞാൻ ജനിച്ചത്. എന്റെ ജന്മത്തിന്റെ ഉദ്ദേശ്യം ഇത് നേടാനായിരുന്നു. ഞാനിതാ നേടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. രാമതീർത്ഥസ്വാമികൾ പറയുന്നത് പോലെ ഐ ടച്ച്ഡ് ദിസ് ആൻഡ് ഐ ടച്ച്ഡ് ദാറ്റ്, ഐ ഡോഫ് മൈ ഹാറ്റ് ആൻഡ് ഓഫ് ഐ ആം എന്നാണ് അദ്ദേഹം. ഞാൻ അതിനെ തൊട്ടു, ഇതിനെ തൊട്ടു, പലതും അനുഭവിച്ചു. തൊടുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ പലതിനെയും അനുഭവിച്ചു. ഞാൻ എൻ്റെ കളി അവസാനിപ്പിക്കുകയാണ്. ഈ ജീവബോധം എന്നിൽ ഉണ്ടായ ഒരു വേഷമായിരുന്നു. ഞാൻ ബോധപൂർവമല്ലാതെ അംഗീകരിച്ച ഒരു വേഷമായിരുന്നു ഈ ഞാനിതാ അതിനെ സന്തോഷത്തോടുകൂടി വലിച്ചെറിയുന്നു. ഡോഫ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ ഈ തൊപ്പി ഇങ്ങനെ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നതിനെയാണ് ഡോഫ് എന്ന് പറയുന്നത്. ഒരാളോടുള്ള ആദര സൂചകമായിട്ടാണ് തൊപ്പി ഇങ്ങനെ പൊക്കി. ഐ ഡോഫ് മൈ ഹാറ്റ് ആൻഡ് ഓഫ് ഐ ആം. ഞാനിതാ പോകുന്നു. രാമ കെയിം ഫ്രം യോണ്ടർ ഹിൽസ്. രാമൻ മലയുടെ അങ്ങേച്ചെരിവിൽ നിന്ന് വന്നവനാണ്. ഏത് മല? അതിന് ഏത് അങ്ങേച്ചെരിവ്? ബോധം. ബോധത്തിന്റെ ഇക്കരയാണ് പ്രപഞ്ചം. അക്കര ആരും കണ്ടിട്ടില്ല. ഞാൻ അക്കരയിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത്. നോ ബഡി ക്യാൻ ഫൈൻഡ് രാമ
നോ ബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ് രാമ എന്നാണ്. രാമനെ ഇനി ആർക്കും കണ്ടെത്താൻ കഴിയില്ല, രാമനെ ആർക്കും മനസ്സിലാക്കാനും കഴിയില്ല. അദ്ദേഹം സമാധിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഇങ്ങനെ അവ്യക്തമായ അക്ഷരത്തിൽ വേഗത്തിൽ ഇങ്ങനെ എഴുതി വെച്ച ഒരു കുറിപ്പാണ്. ഇങ്ങനെയൊക്കെ സന്തോഷത്തോടുകൂടി വിട്ടിട്ട് പോയവരാണ് ഈ മഹാത്മാക്കളെല്ലാം. നമുക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഉടനെ ചിണുങ്ങും, കൊച്ചു പിള്ളേരെ പോലെ കരയും, ചുണ്ട് വിതുമ്പും, വിടണം വിടണം വിടണം. ഓ, വലിയ ബുദ്ധിമുട്ട്. എന്താ, സംഘത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവർ അവരോട് വിടണമെന്ന് പറഞ്ഞാൽ അവർ കരയുകയല്ലാതെ വിഷമിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യും? അതുകൊണ്ട് വിടുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തൂ. വിട്ട് ആനന്ദത്തെ നേടുകയല്ല, വിടുന്നത് തന്നെ സുഖം. സന്തോഷത്തോടു കൂടി വേണ്ട. ഇതാണ് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞത്. ഇത് ഓരോ ദിവസവും പറഞ്ഞാലും അത് അധികമാവില്ല. സന്തോഷത്തോടു കൂടി വേണ്ട. എന്തും സാധന വിടണോ? ഇപ്പൊ വിടാം, ഒരു വിഷമവും ഇല്ലാതെ വിടാം. പക്ഷെ ചിലപ്പോ കൊണ്ടു നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഉള്ളുകൊണ്ട് സാധനയിൽ പോലും സംഘമില്ല. പൂജ, മന്ത്രജപം, സമാധി, ആസനം, പ്രാണായാമം പലതും ഉണ്ട്. പലതിനോടും നമുക്ക് ഉള്ളുകൊണ്ട് ഒട്ടലുണ്ട്. ഒട്ടലില്ലാതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. ഒട്ടലില്ലാതെ യുദ്ധം പോലും ചെയ്തോളൂ. ലോകത്തെ മുഴുവൻ കൊന്നൊടുക്കിക്കോളൂ എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഹത്വാപിസ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ. അർജുന, ഈ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഉള്ളിലില്ലാതെ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ കൗരവ പടയെ മാത്രമല്ല, കൗരവ സൈന്യത്തെ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിച്ചോളൂ. നീ ആരെയും കൊല്ലുന്നില്ല, നിനക്കൊരു പാപവും ഉണ്ടാവുകയുമില്ല. പുണ്യപാപങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്യുന്നു എന്നുള്ള വിചാരമാണ്. ഇവനാണ് എല്ലാറ്റിലും കൈ കടത്തുന്നത്. ഫലം വേണം. നല്ലത് ചെയ്താൽ ഞാനൊരു പുണ്യപ്രവൃത്തി ചെയ്തു, കുറെ പുണ്യം ശേഖരിച്ചു വെച്ചു. എന്തായാലും ഇനിയിപ്പോ സ്വർഗമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു നല്ല ജന്മമെങ്കിലും കിട്ടുമല്ലോ ഇവിടുന്ന് മരിച്ചുപോയാൽ, ഒരു സന്തോഷം. നീ പാപമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ തുടർന്ന് പശ്ചാത്താപം. ചെയ്തു പോയല്ലോ. പശ്ചാത്താപം നല്ലതാണ്. ജീവിതം മുഴുവൻ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കരുത്. ഈ കുംഭസാരം എന്ന് പറയാറില്ലേ ക്രിസ്തു മതത്തില്? എന്തിനാണിത്? പലരും പറയും, നമ്മളൊരു തെറ്റ് ചെയ്തു, അച്ഛൻ്റെ അടുത്ത് പോയി കുംഭസാര കൂട്ടിനകത്ത് അകത്ത് കയറി ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയച്ചോ എന്ന് ഏറ്റു പറഞ്ഞാൽ ആ പാപം തീരും. അത് വൺ ടൈം റിലാക്സേഷൻ ആണ്. ഒരൊറ്റ പ്രാവശ്യം മാത്രം നമ്മൾ ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ദൗർബല്യം കൊണ്ട് അരുതാത്തത് ചെയ്തു, അത് ഉള്ളിൽ കിടന്ന് കനല് പോലെ നീറുകയാണ്. ആരോടെങ്കിലും പറയണ്ടേ? കൂട്ടുകാരോട് പറയാൻ പറ്റില്ല, അച്ഛനമ്മമാരോട് പറയാൻ പറ്റില്ല, സഹോദരങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം അത്ര ഹീനമായ ഒരു പ്രവൃത്തി ആയിരിക്കും അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ മനസ്സിനൊരു ആശ്വാസം കിട്ടും. അതിനാണ് ശരി. അപ്പോ ഈ അച്ഛന് കൊടുക്കപ്പെട്ടുള്ള നിർദ്ദേശം, ഈ കുംഭസാരക്കൂടിനുള്ളിൽ ഒരാൾ വന്ന് കുംഭസരിക്കുമ്പോൾ ആ കാര്യം അയാൾ പുറത്ത് ആരോട് പറയരുതെന്നാണ്, സ്വന്തം ഭാര്യയോട് പോലും പറയരുതെന്നാണ്. അത് രഹസ്യമായി സൂക്ഷിക്കപ്പെടണം. അങ്ങനെയുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അപ്പോ കുംഭസരിച്ചു, മനസ്സിനൊരാശ്വാസം കിട്ടി. വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കും. ഞാൻ 10 പ്രാവശ്യം കുടി നിർത്തി സ്വാമി, ഒരാളെ 10 പ്രാവശ്യം കുടി നിർത്തി, അല്ലെങ്കിൽ സിഗരറ്റ് വലി നിർത്തി. സിഗരറ്റ് വലി ഒരു പ്രാവശ്യം നിർത്തിയാൽ പിന്നെ എങ്ങനെയാ ബാക്കി 9 പ്രാവശ്യം നിർത്തുന്നത്? ഒരു പ്രാവശ്യം നിർത്തിയാൽ നിർത്തിയില്ലേ? അപ്പൊ 10 പ്രാവശ്യം നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തിയില്ല, നിർത്തി എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ നിർത്തിയിട്ടില്ല. നിർത്തിയ പിന്നെ തുടങ്ങരുതല്ലോ. പിന്നെ ഒരു 9 പ്രാവശ്യം നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോ ഇതൊക്കെ ഒരു സമയത്തേക്ക്, ഒറ്റ പ്രാവശ്യത്തേക്ക് മാത്രമുള്ള പരിഹാരങ്ങളാണ്. പിന്നീട് ഒരിക്കലും പാപം നാം ചെയ്യരുത്. ചെയ്തു പോയാൽ അതിന് ഒരു പരിഹാരമാണ് ഈ പശ്ചാത്താപം അല്ലെങ്കിൽ ഏറ്റുപറയൽ. അതൊരു സ്ഥിരം ഏർപ്പാടാക്കരുത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിവാനന്ദം അനുഭവിക്കുന്നു എന്ന അഭിമാനം തുടരുന്നതാകയാൽ ആ നിലയം തുറവാകുന്നില്ല. അതും പൂർണ്ണമായ സന്യാസമല്ല. ആ ആനന്ദാനുഭവവും അടങ്ങിക്കിട്ടുന്ന സമയം പരിപൂർണത്വം താനേ ഉണ്ടാകും. ആ പരിപൂർണം താനായി എന്ന വാസനയും ഒഴിയുന്ന ഇടമാണ് സാക്ഷാത് മുക്തിനില. ഞാനിതാ ബ്രഹ്മമായി തീർന്നിരിക്കുന്നു. ആ വിചാരവും പോണം. ബ്രഹ്മമായി തീരുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. തീർന്നു എന്നൊരു രേഖപ്പെടുത്തലൊന്നും ബുദ്ധിയുടെ തലത്തിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ആ ദിവ്യനില അപൂർവം ചില സുഹൃതികൾക്കേ സാധിക്കുകയുള്ളൂ.
പുണ്യം ചെയ്തവർക്കാണ് ഈ മോക്ഷം, ഭഗവത് ദർശനം. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. മായാ ഭോഗത്തരശായി വാഴ്ந்தாലും മാമണി പോൽ തോയാതവരെ തുറന്തോർകൾ തോയ്വാരേൽ ശേരും വിതൈ പോലെ തീർന്ന വിടത്തെ തിരുമ്പും വേരൊன்றതുവേ വിനൈ. വിന. ദേവി കഷ്ടം, എന്തൊരു വിനയാണപ്പ അത്. എന്താണ് ഈ വിന? കർമ്മം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിന, മുറ്റുവിന, പറ്റുവിന. മലയാളം വ്യാകരണം പഠിച്ചിട്ടുള്ളവർ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. മുറ്റുവിന, പറ്റുവിന. മുറ്റുവിന എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയ, പറ്റുവിന എന്ന് പറഞ്ഞാൽ അപൂർണക്രിയ. കൊടുത്തു, കണ്ടു, വന്നു, കേട്ടു, ക്രിയ പൂർണ്ണമാണ്. കൊടുത്തിട്ട് പോയി, കണ്ടിട്ട് പറഞ്ഞു, ജീവിച്ചിട്ട് മരിച്ചു. അപ്പൊ ജീവിച്ചിട്ട്, കൊടുത്തിട്ട്, കണ്ടിട്ട് അതൊക്കെ പറ്റുവിനയാണ്, അപൂർണക്രിയ. അപ്പോ മുറ്റുവിന പൂർണ്ണമായ ക്രിയ, പറ്റുവിന വേറൊന്നിൽ പറ്റുന്നത്, അതായത് പൂർണ്ണമായിട്ടില്ല വേറൊരു പൂർണ്ണക്രിയയിൽ അവസാനിക്കുന്നത് എന്നാണ്. അതാണ് പറ്റുവിന. വിന എന്ന് പറഞ്ഞാൽ കർമ്മം. തമിഴിലും വിനയ്, വിനയ്പയൻ എന്ന് പറഞ്ഞാൽ കർമ്മഫലം. വിനയ്പയൻ കർമ്മഫലം. നമ്മൾ അറിയാതെ ഇതൊന്തൊരു വിനയാണ് എന്ന് പറയാറില്ലേ? എന്ന് പറഞ്ഞാൽ ഏതോ നമ്മുടെ കർമ്മഫലം, തലയിലെഴുത്ത് എന്നൊക്കെ പറയാറില്ലേ? അതിന് പകരം പറയുന്നതാണ്. നോക്കൂ, മായാ ഭോഗത്തരശായി വാഴ്ந்தாലും ഈ ലൗകിക സുഖങ്ങളൊക്കെ മായാസുഖങ്ങളാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുഖമല്ല, സുഖത്തിന്റെ ഭ്രമം ജനിപ്പിക്കുന്നവയാണ്, സുഖം പോലെ തോന്നുന്നവയാണ്. മായാസുഖങ്ങളുടെ മധ്യത്തിൽ അരശനെ പോലെ, അരജൻ രാജാവ്, രാജാവിനെ പോലെ ജീവിച്ചാലും വാഴ്ந்தாലും മാമണി പോൽ തോയാതവരെ തുറന്തോർകൾ. മാമണി എന്ന് പറഞ്ഞാൽ മഹാരത്നം, വലിയ രത്നം, വിലപിടിപ്പുള്ള പ്രകാശം ചൊരിയുന്ന രത്നം. പവിഴം എന്നൊക്കെ നമുക്ക് പറയാം. ചുവന്ന നിറമുള്ള രത്നമാണ്, നവരത്നങ്ങളിൽ ഒന്നാണ് പവിഴം. റൂബി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, റൂബി. ആ മാമണി പോൽ, മഹാമണിയെപ്പോലെ തോയാതവരെ, ബാധിക്കപ്പെടാതിരിക്കുന്നവർ മാത്രമേ തുറന്തോർകൾ, ശരിയായ സന്യാസികളായിട്ടുള്ളൂ. സന്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും ബാധിക്കാത്ത നില എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു ഉൾമഹിമയാണ്. സുഖമോ ദുഃഖമോ, ചൂടോ തണുപ്പോ, ലാഭമോ നഷ്ടമോ, പ്രിയമോ അപ്രിയമോ ഒന്നും നമ്മുടെ മനസ്സിനെ ഇളക്കുന്നില്ല. ആ അവസ്ഥയാണ് ശരിക്കുള്ള സന്യാസം. ഈ പവിഴം എന്താ ചെയ്യുന്നത്? സ്ഫടികവും പവിഴവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ഫടികം ഏതെങ്കിലും നിറമുള്ള വസ്തുവിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ, സ്ഫടികത്തെ കൊണ്ടുവച്ചാൽ ആ വസ്തുവിന്റെ നിറം സ്ഫടികത്തിനകത്ത് കടന്നതുപോലെ തോന്നും. നീല പുഷ്പത്തിന്റെ അടുത്താണ് നമ്മൾ സ്ഫടികം കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ഒരു നീല നിറം ഈ സ്ഫടികത്തിന്റെ ഉള്ളിൽ വ്യാപിച്ചതുപോലെ തോന്നും, വ്യാപിക്കുന്നില്ല. അത് സ്ഫടികം, നിർമ്മലമായ സ്ഫടികത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ മറ്റു രത്നങ്ങളുണ്ടല്ലോ, ഇന്ദ്രനീലം, ഗോമേതകം, പവിഴം, പച്ച, ചുവപ്പ്, നീലം, ഇങ്ങനെ പല നിറങ്ങളിലുള്ള രത്നങ്ങളുണ്ട്. അവ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ വേറൊരു നിറമുള്ള വസ്തുവിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ആ നിറം ഇതിൽ വരികയില്ല, ഇതിന്റെ നിറം അതിൽ വ്യാപിക്കും. തിരിച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജ്ഞാനിയുടെ കൂടെ ഈ ജ്ഞാനി എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിക്കണം, ഇവൻ ഇങ്ങനെ സുഖമായിട്ട് കഴിയുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെറും ഒരു ക്രിമിനൽ അല്ലെങ്കിൽ അങ്ങേയറ്റം ദുഷിച്ച ചിത്തവൃത്തികളുള്ള ഒരാൾ, അയാളെ ഈ ജ്ഞാനിയെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞയച്ചാൽ ജ്ഞാനി ഇയാളെ കൊണ്ട് ബാധിക്കപ്പെടില്ല, ഇയാൾ ചിലപ്പോൾ ജ്ഞാനിയായി മാറും. ഏത്? നശിപ്പിക്കാൻ വന്നവർ. അവരുടെ സ്വഭാവം മാറില്ല, അവരുടെ ഗുണം ഇയാളിൽ പകർന്നു കിട്ടും. അതുകൊണ്ടാണ് ഈ ജ്ഞാനികളുടെ സാമീപ്യം ആഗ്രഹിക്കൂ, അവരുടെ അടുത്ത് പോകൂ, കുറച്ചു സമയം അവരുടെ അടുത്ത് ചെലവഴിക്കൂ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പോലും അറിയാതെ ആ ഗുണവൈശിഷ്ട്യങ്ങൾ, ആ മനസ്സിന്റെ ശാന്തിയും നിർമ്മലതയും എല്ലാം നമുക്ക് നമ്മൾ അറിയാതെ പകർന്നു. അതാണ് ഈ ജ്ഞാനി ദർശനം കൊണ്ട് കിട്ടുന്ന ലാഭം. തനത് ജ്ഞാനപ്രകാശത്തെ അവറ്റിന്മേൽ വീശി നിർക്കിറാന്ന്. ജ്ഞാനിയുടെ അടുത്ത് ചെന്ന് നിന്നാൽ ഒരു ദുഷ്ടൻ പോലും ആ ജ്ഞാനപ്രകാശം തന്റെ മേൽ പതിച്ച് അവൻ നല്ലവനായിത്തീരുന്നു. അതുകൊണ്ടാണ് പവിഴം എന്ന് പറഞ്ഞത്. തോയാതവരെ എന്ന് പറഞ്ഞല്ലോ. തോയുക എന്ന് പറഞ്ഞാൽ നനയുക, മുങ്ങുക, ബാധിക്കപ്പെടുക, കറ പുരളുക, പല അർത്ഥമുണ്ട് തമിഴിൽ. തോയുക. അപ്പൊ ദുഷ്ടന്റെ ദുർഗുണങ്ങൾ ജ്ഞാനി മനസ്സിനെ ബാധിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഈ ജ്ഞാനിയുടെ സമീപത്ത് വന്നാൽ അവരുടെ ദുഷ്ടതയൊക്കെ മാറി അവർ നല്ലവരായിത്തീരും. അപ്പോ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്തവരാണ് യഥാർത്ഥ സന്യാസികൾ. തോയാതവരെ തുറന്തോർകൾ
തോയ്വാരേൽ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അധ്യാത്മ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അനേകം പേരാണ്, എല്ലാവരും ഒന്നും പൂർണ്ണത നേടിയവരല്ല. അങ്ങനെ സഞ്ചരിക്കുന്നവർ, അവർക്ക് ഈ ആത്മസാക്ഷാത്കാരം ഒരു ലക്ഷ്യമായി അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു. ഒരു ലക്ഷ്യമല്ല, പരമലക്ഷ്യമായി തന്നെ കൊണ്ടു നടക്കുന്നു. പക്ഷെ ആ പൂർണ്ണത നേടാത്തിടത്തോളം കാലം വിഷയങ്ങൾ അവരുടെ മനസ്സിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും വിഷയം അവരുടെ മനസ്സിനെ ആകർഷിച്ചാൽ, അതാണ് തോയ്വാരേൽ ശേരും വിതൈ പോലെ തീർന്ന വിടത്തെ തിരുമ്പും. ശേരും വിതൈ, വിതൈ എന്ന് പറഞ്ഞാൽ വിത്ത്. ഒരു മരത്തിലുള്ള വിത്ത് മരത്തിൽ നിന്ന് താഴെ പതിച്ചാലും മരത്തിൽ നിന്ന് അകന്നു, മരവുമായിട്ടുള്ള ബന്ധത്തെ വിട്ടു. പക്ഷേ ആ വിത്തിന്റെ ഉള്ളിൽ മുളയ്ക്കാനുള്ള ഒരു ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്ത് ചെയ്യും? മണ്ണിൽ കിടന്ന് പൊടിക്കും. അതൊരു ചെറു സസ്യമായി വളർന്നു വരും, കാലക്രമത്തിൽ മഹാവൃക്ഷമായി പരിണമിക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു ചെറിയ ആഗ്രഹം മതി ആത്മസാക്ഷാത്കാരത്തിൽ നിന്ന് നാം അകന്നു പോകാൻ. ഒരെണ്ണം മതി, ഒരൊറ്റ ആഗ്രഹം. അത് ഏതിനോടായാലും ശരി. ചിലപ്പോൾ അല്പമായ ഒന്നിനോടാവും, ചിലപ്പോൾ അയാളുടെ ഭിക്ഷാപാത്രത്തോടാവും അയാൾക്ക് സംഘം. അതെപ്പോഴും സൂക്ഷിച്ച് പാണ്ടക്കെട്ടിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കും. പാതിരാത്രിയൊക്കെ എണീറ്റ് തപ്പി നോക്കാം, അതവിടെ ഉണ്ടോ, ആരും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഈ സംഘം എന്തിനെ ചൊല്ലി എന്നുള്ളതിന് ഒരു പ്രാധാന്യവും ഇല്ല. സംഘം മൊത്തത്തിൽ കുഴപ്പമാണ്. ആരോട്, എന്തിനോട് എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കുകയേ വേണ്ട. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, ആണ്ടിക്ക് എന്ന ദുഃഖം കന്ത ദുഃഖം. ആണ്ടി എന്ന് പറഞ്ഞാൽ ഭിക്ഷാന്തി, ഭിക്ഷക്കാരൻ, നിഷ്കിഞ്ചനൻ, തൻ്റെതായിട്ട് ഒന്നുമില്ലാത്തവൻ. അയാൾക്ക് എന്താണ് ദുഃഖം എന്ന് ചോദിച്ചാൽ കന്ത ദുഃഖം. രണ്ടർത്ഥം പറയും. കന്ദൻ സ്കന്ദൻ, ആണ്ടി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ സുബ്രഹ്മണ്യ ഭക്തന്മാർ ഇങ്ങനെ ഭിക്ഷാടനം ചെയ്തു പോകുന്നവരാണ്, അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും സുബ്രഹ്മണ്യ സ്മരണ മാത്രമേ ഉള്ളൂ. അത് ദുഃഖമെന്നല്ല, അതിനെക്കുറിച്ച് തന്നെ അവരുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കും. അത് നല്ല അർത്ഥം. ഇനി മോശമായ ഒരർത്ഥം ഉള്ളത്, ആണ്ടിക്ക് എന്ത ദുഃഖം കന്ത ദുഃഖം. കന്തൽ ദുഃഖം. കന്തൽ എന്ന് പറഞ്ഞാൽ കീറിയ വസ്ത്രം, പഴയ വസ്ത്രമാണ്. എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. ഇത് ഏതാണ്ട് ജീർണിച്ചു, കീറി തുടങ്ങി, ഇത് പോയാൽ ഇനിയിപ്പോ വേറൊരു വസ്ത്രം ഇവിടുന്ന് കിട്ടും. അപ്പോൾ വസ്ത്രത്തോടാണ് അയാൾക്ക് സംഘം. ഇങ്ങനെ പല ആളുകൾക്കും പലതിനോടാണ് സംഘം. പക്ഷെ ഏതിലാണ് തനിക്ക് സംഘം എന്ന് തിരിച്ചറിയാൻ തന്നെ ഒരു പാകത വേണം. നമുക്ക് പോലും അറിയില്ല ഏതിലോടാണ് നമുക്ക് സംഘം എന്നുള്ളത്. അപ്പൊ അതിനെ സൂക്ഷ്മമായി ചിന്തിച്ച് തന്നിലുള്ള കുറ്റം കണ്ടുപിടിക്കുന്നതാണ് ശരിയായ സാമർഥ്യം. അന്യരിലുള്ള കുറ്റം കണ്ടുപിടിക്കലല്ല. തന്നിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, തനിക്ക് എവിടെയൊക്കെയാണ് വീഴ്ച പറ്റുന്നത്, അത് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തുകയാണ് ബുദ്ധിമാനായ ഒരാൾ ചെയ്യേണ്ടത്. തോയ്വാരേൽ ശേരും വിതൈ പോലെ തീർന്ന വിടത്തെ തിരുമ്പും. മരത്തിൽ നിന്ന് താഴെ വീണു വിത്ത്, പക്ഷേ അത് മണ്ണിൽ നിന്ന് മുളച്ച് ഈ മരത്തിന്റെ അടുത്ത് മറ്റൊരു മരമായി അത് വളർന്നുയരും. അപ്പോൾ എന്താ നഷ്ടപ്പെട്ടത്? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അകന്നു വിത്ത് മരത്തിൽ നിന്ന് താഴെ വീണു, ഒരു കുഴപ്പമില്ല. അടുത്ത ഒരു മരമായിട്ട് ഇതാ തൊട്ട് പുറകെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ അത് വളരും. അതാണ് തീർന്ന വിടത്തെ തിരുമ്പും. അത് തിരിച്ചു വരും, വീണടത്തുനിന്ന് തന്നെ അത് മുളച്ചു പൊന്തും. വേരൊன்றതുവേ വിനൈ. ആ ഒരൊറ്റ വേരാണ് കർമ്മം. എന്തിന്റെ വേര്? ജന്മങ്ങളുടെ വേര്. ഒരു ജീവൻ എന്തുകൊണ്ട് ജനിക്കുന്നു? കർമ്മഫലം കൊണ്ട്. അത് പുണ്യകർമ്മവും ആകാം, പാപകർമ്മവും ആകാം. എന്തോ കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് ജീവൻ പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നത്. വേരൊன்றതുവേ വിനൈ. ഇനി ഈ വേരിന്റെ സ്വഭാവം എന്താ? വേര് മണ്ണിന്റെ അടിയിലാണ്, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈ വേരിൽ നിന്നാണ് തായ്തടിയും ശാഖോപശാഖകളും ഉണ്ടായി 4 ഭാഗത്തും വ്യാപിക്കുന്നത്. വേര് നമ്മൾ കാണുന്നില്ല. ഇതുപോലെ അതിസൂക്ഷ്മമായ സങ്കല്പം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഏതോ ഒരു കോണിൽ മറഞ്ഞു കിടക്കും. അത് സങ്കല്പങ്ങളായി, ഭാവനകളായി, ചിന്തകളായി പടർന്ന് പന്തലിച്ച് നമ്മുടെ നാശത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് ഒന്നും ബാക്കി വെക്കരുത്. വിശേഷിച്ചും ഈ സംഘം, കർമ്മം, അതിൻ്റെ കണിക പോലും അവശേഷിക്കരുത് എന്ന് പറയുന്നത്. ലോകത്തിൽ സുഖഭോഗങ്ങൾ നിർലോഭമായി അനുഭവിച്ച് നൃപസന്നിഭം ജീവിച്ചിരുന്നാലും
രാജാവിനെ പോലെ സുഖം അനുഭവിച്ചാലും അവയിൽ ഒന്നിനോടും മമത കൂടാതെ മാണിക്യരത്നത്തിന് തുല്യം വാഴുന്നവരത്രേ മഹാതുറവികൾ. മാണിക്യം എന്ന് പറഞ്ഞാൽ എന്താ? വേറൊന്നുകൊണ്ട് അതിന്റെ നിറം ബാധിക്കപ്പെടുന്നില്ല. ഇതിന്റെ നിറം വേറൊന്നിന് പകർന്നു കിട്ടുമെന്നുള്ളതല്ലാതെ മറ്റൊന്നിന് ഇതിൽ സ്വാധീനമില്ല. അതുകൊണ്ട് മാണിക്യങ്ങളാണ് മഹാസന്യാസിമാർ. ഏതൊരു വസ്തുവിനോടും മമത വന്നുപോയെന്നാൽ ആ മാനസപ്പറ്റ് അടുത്ത ജന്മത്തിന് ഇടകൊടുക്കാൻ കാരണമായേക്കും. ഈ പറ്റിന്റെ ഉടമയെ തന്നെയാണ് അഭിജ്ഞന്മാർ വിന വിത്തെന്നും വിന വേരെന്നും പറഞ്ഞു വരുന്നത്. വിനയുടെ വിത്ത് കർമ്മ ബീജം, വിന വേര് എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ വേര്, കർമ്മമൂലം. ആരാണ്? അഹങ്കാരം. ഞാൻ എന്നുള്ള ഭാവമാണ് കർമ്മത്തിന്റെ വിത്ത് അഥവാ വേര്. അപ്പൊ ആ അഹങ്കാര നാശം നേടാതെ ജന്മപരമ്പരകൾ അവസാനിക്കില്ല. അടുത്ത പദ്യത്തിലേക്ക് ഇറങ്ങാം. ഒരു കുടയ്ക്കീഴ് വാഴുമുലകത്തോർക്ക് കുറുമ്പൂരുണ്ടോ അരുനിഴർ കീഴ് വാഴ്വാരറിവ് കരുവികളിൽ പോനാൽ എൻ ശേറ്റുത്തൂൾ പോലോ പരുന്ത് നിഴൽ പോനാർ പോൽ തോയാമർ പോം. നിസ്സംഗത പൂർണ്ണമായി നേടിയ ഒരാളുടെ മഹത്വത്തെയാണ് ഈ പദ്യത്തിൽ വർണ്ണിക്കുന്നത്. ഒരു കുടയ്ക്ക് വാഴുമുലകത്തോർക്ക്, ഒരു കുടയുടെ താഴെ ജീവിക്കുന്ന ലോകർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുടയുടെ കീഴേ എന്ന് പറഞ്ഞാൽ ഒറ്റ ചക്രവർത്തി, ഒരു ഭരണാധിപൻ, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ. ആ ഒരു കുടക്കീഴിൽ വാഴുന്ന എന്ന് പറഞ്ഞാൽ ഒരു ചക്രവർത്തിയുടെ അധീനതയിൽ കഴിയുന്ന ഉലകത്തോർക്ക്, ജനങ്ങൾക്ക്, മനുഷ്യർക്ക് കുറുമ്പ് ഊർ ഉണ്ടോ? കുറുമ്പ് ഊർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉപദ്രവം ചെയ്യുന്ന ഗ്രാമമോ ദേശമോ ഉണ്ടോ? കാരണം ചക്രവർത്തി, അയാളുടെ അധീനതയിലാണ് മറ്റ് ചെറിയ ചെറിയ ദേശങ്ങൾ. അപ്പോ ആ ദേശങ്ങൾ ചക്രവർത്തിക്കെതിരായി തിരിയുമോ? ആ ജനവിഭാഗത്തിലുള്ളവർ ചക്രവർത്തിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുമോ? ഇല്ല. കാരണം ഏകഛത്രാധിപതിയാണ്. ഒരു കുടക്കീഴിൽ ഒരു വലിയ സാമ്രാജ്യത്തെ പരിപാലിക്കുന്ന ആളാണ് ചക്രവർത്തി. എന്തിനാ ഇത് പറഞ്ഞത്? അരുണിഴർക്കീർ കീഴ് വാഴ്വാർ അറിവ് കരുവികളിൽ പോനാൽ എൻ അരുൾ നിഴൽ കീഴ്. അരുളിന്റെ നിഴലിന്റെ താഴെ ഈശ്വര കൃപയുടെ ഛായയിൽ കഴിയുന്ന ജ്ഞാനികൾ. അവരുടെ നിഴലിലാണ് താമസിക്കുന്നത്. ആര്? ഈ ജ്ഞാനികൾ. ഭഗവാന്റെ കൃപയാകുന്ന നിഴൽ. ആ നിഴലിൽ കഴിയുന്നിടത്തോളം അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യം, ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ മടിത്തട്ടിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ കൈകൾ അവരെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തെ കൊണ്ട് എന്ത് ബാധയുണ്ടാകാൻ? അരുൾ നിഴൽ കീഴ് വാഴ്വാർ, അരുളിന്റെ നിഴലിന്റെ അടിയിൽ വാഴുന്നവർക്ക്, ജീവിക്കുന്നവർക്ക് അറിവ് എന്ന് പറഞ്ഞാൽ ബോധം അഥവാ ഉണർവ്. അവരുടെ ഉള്ളിലുള്ള ആ ജീവബോധം കൊണ്ട് അവർക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരാധീനമാണ്. കരുവികളിൽ പോനാൽ എൻ. കരുവികൾ ഉപകരണങ്ങൾ, ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ബാഹ്യലോകം. ഇതിലൊക്കെ അയാളുടെ മനസ്സ് അല്പം വ്യാപരിച്ചാലും അയാൾക്ക് ദോഷമൊന്നും ഉണ്ടാവുന്നില്ല. അയാളുടെ മനസ്സ് സംഘബദ്ധമാവുന്നില്ല. കാരണം അത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ആ മനസ്സിന്റെ ആ ചുക്കാൻ ഈശ്വരന്റെ കൈകളിലാണ്. അതുകൊണ്ട് ആ മനസ്സ് ഏതിലെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ അല്പമൊക്കെ വ്യാപരിച്ചാലും ദോഷമൊന്നുമില്ല. അത് അയാളുടെ പതനത്തിന് കാരണമാവുന്നില്ല. കരുവികളിൽ പോനാൽ എൻ. കുറെയൊക്കെ അയാൾ ഈ ഉപാധികളുമായിട്ട് താതാത്മ്യപ്പെട്ടാലും ദോഷമൊന്നും വരാനില്ല. ശേറ്റ് തൂൾ പോലോ പരുന്ത് നിഴൽ പോനാർ പോൽ തോയാമർ പോം. അതിന് രണ്ട് ഉദാഹരണമാണ് പറയുന്നത്. ജ്ഞാനി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിച്ചാലും അദ്ദേഹത്തിന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. ഏതുപോലെ? ശേറ്റ് തൂൾ പോലോ, ചെളിയിൽ വീണ പൊടി പോലെ. വെള്ളം കലർന്നിരിക്കുന്നതാണല്ലോ ഈ ചെളി. ഈ ചെളിയിൽ പൊടി വീണാൽ പിന്നെ അതിൽ നിന്ന് പൊടി ഉയരുമോ? അത് ആ വെള്ളത്തോടുകൂടെ ചേർന്ന് ചെളിയോട് ചെളിയായി ഒട്ടിപ്പോവില്ലേ? ഇതുപോലെയാണ് ഈശ്വര കൃപയിൽ കഴിയുന്ന, ഈശ്വരാധീനതയിൽ കഴിയുന്ന ബുദ്ധി വിഷയങ്ങളിൽ വ്യാപരിച്ചാലും അതുകൊണ്ടൊന്നും ആ സുഖദുഃഖങ്ങളൊന്നും ആ ബുദ്ധിയെ ബാധിക്കുന്നില്ല. ചെളിയിൽ വീണ പൊടി പോലെയോ
ഇനി വേറൊരു ഉദാഹരണം എന്താ? പരുന്ത് നിഴൽ പോനാർ പോൽ. ആകാശത്തൂടെ ഒരു പരുന്ത് പറക്കുന്നു. സ്വല്പം താണാണ് പറക്കുന്നതെങ്കിൽ ആ പരുന്തിന്റെ ചിറകുകളുടെ നിഴൽ ഭൂമിയിൽ പതിക്കും. നമുക്ക് കാണാം, പരുന്തോ കാക്കയോ പക്ഷികളുടെ നിഴൽ, ചിറകിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കും. എത്ര നേരം? അത് ആ സ്ഥലത്ത് നിന്നും സ്വല്പം മുമ്പിലേക്ക് പറന്നു പോയാൽ ഈ നിഴൽ അവിടെ ഇല്ല. നിഴൽ ഇവിടുന്ന് മാറി അപ്പുറത്താവും. എവിടെയൊക്കെ ഈ പരുന്ത് പറക്കുന്നോ അല്ലെങ്കിൽ പക്ഷി പറക്കുന്നോ നിഴൽ അതോടൊപ്പം ചലിക്കും. ആ നിഴൽ പല സ്ഥലങ്ങളിലും പതിച്ചാലും ഒരിടത്തും അത് സ്ഥിരമായി തങ്ങി നിൽക്കുന്നില്ല. എന്തുകൊണ്ട്? അത് പക്ഷിയുടെ ചിറകിന്റെ നിഴലാണ്. പക്ഷി പറന്നു പോകുന്നതോടുകൂടെ ആ നിഴലും അകന്നു പോകും. അപ്പോ ഈ ജ്ഞാനിയുടെ വിഷയങ്ങളുമായുള്ള സംബന്ധം ഉണ്ടല്ലോ, ഈ നിഴല് പോലെ താത്കാലികം, അല്പനേരത്തേക്ക് മാത്രമുള്ളത്. അല്ലാതെ ആ മനസ്സ് ആ വിഷയത്തിന് അടിമയായി പോകുന്നില്ല. ഇപ്പൊ വിഷയങ്ങൾ അനുഭവിക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, തൊക്ക് കൊണ്ട് സ്പർശിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്തേക്ക് മാത്രം. നമ്മുടെ കണ്ണ് പോലെയാണ്. കണ്ണ് പല വസ്തുക്കളെയും പല നിറങ്ങളെയും കാണുന്നുണ്ട്. ഞാനൊരു ചുവന്ന പുഷ്പത്തെ കണ്ടിട്ട് എന്റെ ദൃഷ്ടി അതിൽ നിന്ന് മാറ്റി വേറൊന്നിലേക്ക് പതിപ്പിച്ചാൽ ഈ ചുവന്ന നിറം ആ രണ്ടാമത് കാണപ്പെടുന്ന വസ്തുവിൽ പതിയുമോ? ഇല്ലെങ്കിൽ ഈ ചുവന്ന നിറം കണ്ണിൽ പതിയുന്നുണ്ടോ? എന്നാലും ചുവന്ന നിറത്തെ കണ്ണ് ഗ്രഹിക്കുന്നില്ലേ? ചുവപ്പിനെ കാണുമ്പോൾ കണ്ണ് ചുവന്നതിനെ കാണിച്ചു തരും. അടുത്തത് അപ്പുറത്ത് നീല വസ്തുവാണ്. നീല വസ്തുവിനെ കാണുമ്പോൾ ഈ ചുവപ്പ് പോയി, കാരണം അത് കണ്ണിൽ പറ്റി നിൽക്കുന്നില്ല. പിന്നെ നീല നിറമാണ് കാണുന്നത്. അതിനെ വിട്ട് വേറൊരു നിറം. കണ്ണടച്ചാൽ നിറങ്ങളുമില്ല, ആകൃതികളുമില്ല. ഈ കണ്ണ് പോലെ ഒന്നിലും ഒട്ടാതെ പക്ഷെ എല്ലാറ്റിലും ഒട്ടിക്കൊണ്ട് കഴിയണം. ഇതുപോലെ ആവണം നമ്മുടെ ബുദ്ധി. വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമയത്തേക്ക് മാത്രം അതുമായിട്ട് സമ്പർക്കം. അത് തീർന്നാൽ പോയി. നമ്മൾ അങ്ങനെയല്ല. ഒന്ന് കണ്ടു, കണ്ടു വിടുകയല്ല ചെയ്യുന്നത്. കണ്ടു, അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ ഒരു പകർപ്പ് നമ്മുടെ മനസ്സ് ഉള്ളിൽ സൂക്ഷിക്കും, നമ്മൾ പോലും അറിയാതെ. എന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും വിശ്രമിക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ രൂപം മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരും. അതൊരു സുന്ദരമായ രൂപമാണെന്ന് വിചാരിക്കുക. അത് ഒന്നുകൂടെ കാണണം എന്നൊരാഗ്രഹം വരും. ഇതാണ് വിഷയധ്യാനം. നാശം തുടങ്ങുന്നത് ഈ വിഷയധ്യാനത്തിൽ നിന്നാണ്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായത്തെ. നമ്മൾ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ ബാഹ്യ ലോകത്തെ അനുഭവിക്കുന്നതിൽ തെറ്റില്ല. അതിന്റെ ഒന്നും കോപ്പി എടുത്ത് സൂക്ഷിക്കരുത്. അതാണ് കുഴപ്പം. ഇതിന്റെയൊക്കെ ഒരു പകർപ്പ് നമ്മുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് മിണ്ടാതിരിക്കുമ്പോൾ ഇതിലുള്ള ഓരോ പകർപ്പായി നമ്മുടെ മനക്കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും. അത് സുന്ദരമാണെങ്കിൽ ആ മനസ്ഥലത്തിൽ തന്നെ അതിനെ ഒന്ന് കണ്ട് രസിച്ചിട്ട് അതിനെ വീണ്ടും പുറത്ത് ഒന്നുകൂടെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാക്കും. ആ ആഗ്രഹം മനസ്സിൽ ഒരു ചലന രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ ആഗ്രഹത്തിന് വിധേയമായി ശരീരം ചലിക്കും. ആ രൂപത്തെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും? കാലേ അങ്ങോട്ട് പോകൂ. മനസ്സാണ് പറയുന്നത്, അങ്ങോട്ട് പോ. നീ ആഗ്രഹിക്കുന്ന രൂപം 4 മണിക്ക് വിമൻസ് കോളേജിന്റെ മുമ്പിൽ വരും. ഇതാണ് മനസ്സ് നമ്മോട് ചെയ്യുന്ന ക്രൂര വിനോദം. അതുകൊണ്ട് എന്താ, അനുഭവിക്കുമ്പോ എല്ലാം ഈശ്വരമയമാണ് എന്ന ഭാവത്തോടു കൂടി അനുഭവിച്ചു. ഭഗവാനെ മറന്നുള്ള വിഷയാനുഭവം, ഇന്ദ്രിയാനുഭവം സംഘത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് പറഞ്ഞത് യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ. എന്തിനാ എഴുത്തച്ഛൻ അങ്ങനെ പറഞ്ഞത്? അത് ഈശ്വര ഭിന്നമായ ഒന്നാണ് എന്ന് ആദ്യം കരുതുന്നു. അത് സുന്ദരമാണ് അല്ലെങ്കിൽ സുഖദായകമാണ് എന്ന് കരുതുന്നു. അത് തനിക്ക് വേണം, അതിനെ ആശ്രയിച്ച് സന്തോഷിക്കണം. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നു. ഇതിൻ്റെയൊക്കെ മൂല കാരണം അത് ബ്രഹ്മമല്ലാത്ത ഒന്നാണ് എന്ന ഭാവത്തോടു കൂടെയാണ് അതിനെ ആദ്യം അനുഭവിച്ചത്. ആദ്യമേ തന്നെ ആ അബദ്ധം പിണയാതിരുന്നാൽ തുടർന്നുള്ള അബദ്ധങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ഈശ്വരമയം. ആ ഭാവത്തോടുകൂടെ കണ്ടതുകൊണ്ട് ദോഷമില്ല, കാണാതിരിക്കുന്നതാണ് നല്ലത്. ഈ പ്രപഞ്ചത്തെ കണ്ട് ആർക്കാണ് തൃപ്തി വന്നിട്ടുള്ളത്? സൂർദാസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കൃഷ്ണഭക്തൻ സ്വന്തം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു എന്നാണ് അദ്ദേഹം. എന്തുകൊണ്ട് കുത്തിപ്പൊട്ടിച്ചു എന്നറിയാമോ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കോമളമായ രൂപം അദ്ദേഹം
ഉള്ളിൽ ദർശിച്ചു. ആ രൂപത്തിന്റെ സൗന്ദര്യത്തിൽ മോഹിതനായി തീർന്ന അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇതിനേക്കാളും സുന്ദരമായ ഒരു രൂപം ഈ ബാഹ്യ പ്രപഞ്ചത്തിലില്ല. ഈ രൂപത്തെ കണ്ട എനിക്ക് ഈ ലോകത്തെ കാണാൻ ഇനി കണ്ണുകൾ എന്തിന്, കുത്തി പൊട്ടിച്ചേക്കാം. നമ്മളാരും ചെയ്യില്ല. നമ്മള് കാറ്ററാക്ട് ബാധിച്ച സർജറിയിലൂടെ വലിയ മറ്റേ സോഡാ കുപ്പി ഗ്ലാസ് ഇതെല്ലാം വെച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ മുമ്പിൽ, ഫേസ്ബുക്കിന്റെ മുമ്പിൽ, വാട്സപ്പ് എല്ലാം തട്ടിക്കൊണ്ടിരിക്കും. ഈ കണ്ണിന്റെയും ചെവിയുടെയും ഒക്കെ ആ ശക്തി കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു സന്ദേശമാണ്, ഒരു SMS. താൻ കണ്ടത് മതി, കേട്ടത് മതി. ഇത് ഭഗവാനെ വെല്ലുവിളിക്കുന്ന കൂട്ടരാണ്. കണ്ടു കാണാൻ വയ്യ എന്ന കൃത്രിമമായിട്ട് ലെൻസൊക്കെ വെച്ച് അത്രമാത്രം കാണാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഈ പുറം ലോകത്ത് കാണാൻ എന്താ ഉള്ളത്? ജഡവിഷയങ്ങൾ നശിച്ചു പോകുന്നവ. ഇതിനെ കണ്ട് കണ്ട് നമുക്ക് എന്നാ തൃപ്തി വരിക? അപ്പൊ ഇന്ദ്രിയങ്ങൾ തളർന്നു പോകുമ്പോഴും വീണ്ടും കാണണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം ഉള്ളിൽ ബാക്കി നിൽക്കുന്നു. ഭഗവാൻ കാണണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ കാണണ്ട, ഭഗവാൻ ഇന്നാണ് കാണണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ കാണണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിലോ ഒരു ദുഃഖവുമില്ല, വാർദ്ധക്യത്തെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. വയസ്സായവരൊക്കെ ചിന്തിക്കുകയായിരിക്കും, തനിക്കിപ്പൊ പറയാം, തനിക്ക് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, നമ്മളെ പോലെ ഒക്കെ ആവുമ്പോ അറിയാം. ഇതൊക്കെ നല്ല കാലത്ത് നമ്മൾ ചിന്തിച്ച് തീരുമാനിച്ചാൽ അതൊരു വലിയ ബലമായി നമ്മുടെ ഉള്ളിലുണ്ടാവും. അതിന് വേണ്ടത് നിസ്സംഗതയാണ്. നിസ്സംഗത മാത്രമേ ഉള്ളൂ നമ്മുടെ രക്ഷ. വൈരാഗ്യമേവാഭയം. ഭയം ജനിപ്പിക്കാത്തത് വൈരാഗ്യം മാത്രമേ ഉള്ളൂ. രാഗം, സംഘം എപ്പോഴും ഭയത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാറ്റിൽ നിന്നും മനസ്സുകൊണ്ട് പിൻവാങ്ങും, നിങ്ങൾ അഭയസ്ഥാനത്തെത്തും, ആത്മാവിലെത്തുന്ന. പരുന്ത് നിഴൽ പോനാർപോൽ തോയാമർ പോം, ബാധിക്കപ്പെടാതെ പോകും. പരുന്തിന്റെ നിഴൽ പല സ്ഥലത്ത് വീണാലും ആ ഭൂമിയിൽ അത് പതിഞ്ഞു നിൽക്കുന്നില്ല. പരുന്ത് പറന്നകലുന്നതോടെ ആ നിഴലും അതോടൊപ്പം അകന്നു പോകും. അതുപോലെ ചേറിൽ വീണ പൊടി അത് ചേറോട് ചേറായി, പിന്നെ അത് പൊടിയുടെ രൂപത്തിൽ പറന്നു ഉയരില്ല. ഇതുപോലെ എല്ലാറ്റിനെയും ആത്മമയമായി കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ നമ്മെ ഒന്നും ബാധിക്കില്ല. നിർബാധിതനായി കഴിയാൻ ഇതേ ഉള്ളൂ മാർഗം. മലയാളം വ്യാഖ്യാനം വായിക്കാം. ഒരേ ഭരണാധികാരിയുടെ ഭരണത്തിന് കീഴിൽ അമരുന്ന ജനങ്ങൾക്ക് ഒരേ നിയമത്താൽ സുഖമെന്നും ദുഃഖമെന്നും രണ്ടുവിധം അനുഭവം അഥവാ വിപരീതാനുഭവം ഉണ്ടാകുകയില്ലല്ലോ. ഒരേ ചക്രവർത്തിയുടെ താഴെയാണ് താമസിക്കുന്നതെങ്കിൽ, അധീനതയിലാണ് കഴിയുന്നതെങ്കിൽ ഒരുപോലെ എല്ലാവർക്കും ഒന്നുകിൽ സുഖമുണ്ടാവും അല്ലെങ്കിൽ ദുഃഖമുണ്ടാവും. വിഭിന്നങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവില്ല. ആയതുപോലെ അരുൾ പൂർണ്ണത്തിന് കീഴിൽ വാഴുന്ന ഭക്താഗ്രണികൾക്ക് അവരുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് ചെന്നാലും ചെളിയിൽ പൊടി പറ്റിച്ചേരുന്നത് പോലെ ആ വിഷയങ്ങളിൽ അവർ മുഴുകി കുടുങ്ങിപ്പോകുന്നില്ല. അപ്പോഴും അവരുടെ മനസ്സ് നിർവിഷയമായി തന്നെ ഇരിക്കും. ഏതുപോലെ എന്നാൽ ആകാശത്തിൽ അതിവേഗം പറന്നു പോകുന്ന പരുന്തിന്റെ നിഴൽ ഭൂമിയിലൂടെ പായുമ്പോൾ അത് കടന്നു പോകുന്ന ഒരു വസ്തുവിനോടും ബന്ധം പുലർത്താതിരിക്കുന്നത് പോലെയാണ് അവർ ഓരോ വിഷയത്തെയും പറ്റുമ്പോഴുള്ള സ്ഥിതി. കണ്ണൊരു രൂപത്തെ കണ്ടു അത് അതിൻ്റെ നിറം, ആകൃതി എല്ലാം മനസ്സിലായി. അതിൽ നിന്ന് മനസ്സ് അടുത്തത് വേറൊരു രൂപത്തിലേക്ക് പോയി. ഇതിനെ മറന്നു. ഇതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കുന്നില്ല മനസ്സ്. ഇതിന്റെ ഗുണങ്ങളെയോ ദോഷങ്ങളെയോ ഒന്നും ചിന്തിക്കുന്നില്ല. കണ്ണൊരു രൂപത്തെ കാണിച്ചു, ആ കണ്ണ് അതിൽ നിന്ന് മാറ്റി വേറൊരു രൂപത്തിൽ പതിപ്പിച്ചു. അത് കണ്ടു, അതിൽ നിന്ന് വേറൊന്നിലേക്ക്. ഒരിടത്തും ഈ മനസ്സുകൊണ്ട് പൊട്ടിപ്പോകുന്നില്ല. അടുത്ത പദ്യവും കൂടെ വായിക്കാം, സമയമുണ്ട്. നെയ്യുണ്ട നായെന്ന നീതി നിഴലെന്ന മയ്യുണ്ട കൺപോൽ മനൈവാഴ്വാർ തുയ്യ ഇരുളാൽ വിലയേറു മാണിക്യം എല്ലാ പൊരുൾ പോലെ വല്ലാ പൊരുൾ. നെയ്യുണ്ട നായെന്ന്, നെയ്യ് കഴിച്ച ഒരു പട്ടി. നെയ്യ് നല്ല പോഷകാംശമുള്ള ഒരാഹാരമാണ്. അപ്പം അത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്കായാലും ശരി മൃഗങ്ങൾക്കായാലും ശരി അത് ഛർദിലായി പുറത്തേക്ക് പോകും. കുടലിന് ദഹിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണല്ലോ അത് വായിലൂടെ പുറന്തള്ളുന്നത്. കാരണം ആ കുടല് പറയും, എന്നെ ഉപദ്രവിക്കല്ലേ, ഇതിനെ ജീർണിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല, അതുകൊണ്ട് ഗെറ്റ് ഔട്ട്. ആ ഗെറ്റ് ഔട്ട് തെക്കേ വാതിലിലൂടെ ആവാം, അല്ലെങ്കിൽ വടക്കേ വാതിലിലൂടെയോ ആവാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗെറ്റ് ഔട്ട് തെക്കേ വാതിലിലൂടെ പോകുമ്പോഴാണ് നമ്മൾ വയറിളക്കം എന്ന് പറയുന്നത്, വടക്കേ വാതിലിലൂടെ പോകുമ്പോഴാണ് ഛർദിൽ. ഇവിടെ പട്ടിയാണ് ഉദാഹരണം പറയുന്നത്.
പട്ടി സാധാരണ ഈ നെയ്യൊന്നും വലിച്ചു വാരി തിന്നില്ല, ആരും കൊടുക്കാറില്ല. നെയ്യ് കഴിച്ച് അത് ദഹിക്കാതെ ഛർദിച്ച നായ പോലെ നെയ്യുണ്ട നായന് നീരിനിഴലെന്ന്, ജലത്തിലുള്ള നിഴൽ, മരത്തിൻ്റെയും മറ്റും ഛായ ജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ തലകീഴായിട്ടാണ് കാണപ്പെടുന്നത്. മരം കുത്തനെയാണെങ്കിൽ നിഴൽ വിലങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ്. ഇനിയോ മയ്യുണ്ട കൺപോൽ, മയ്യുണ്ട എന്ന് പറഞ്ഞാൽ കൺമഷിയിട്ട കണ്ണുകളെ പോലെ, അല്ലെങ്കിൽ സുറുമയെഴുതിയ മിഴികളെ. എന്തൊക്കെ പരിപാടികൾ വേണമെന്നറിയാം ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാൻ. ഡാൻസ്, നാടകം, കോമഡി, ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിക്കാൻ ഉറങ്ങാതിരിക്കേണ്ട ആൾക്കാർ. മയ്യുണ്ട കൺപോൽ, സുറുമയിട്ട കണ്ണുകളെ പോലെ, അല്ലെങ്കിൽ കൺമഷി തേച്ച കണ്ണുകളെ പോലെ. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? പറയാം, ഈ ഓരോ ഉദാഹരണത്തിന്റെയും സവിശേഷത പറയാം. ഇവയൊക്കെ പോലെ മനൈവാഴ്വാർ, ഗൃഹത്തിൽ കഴിയുന്ന ജ്ഞാനികൾ ഇവരെ പോലെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നെയ്യുണ്ട നായി എന്ന് പറഞ്ഞാൽ അതിനെ ദഹിപ്പിക്കാൻ പറ്റാത്ത നെയ്യ് കലർന്ന ആഹാരം നായി കഴിച്ചാൽ അത് ഛർദ്ദിക്കും. കാരണം അതിനുള്ള കഴിവില്ല, ദഹിപ്പിക്കാനുള്ള കഴിവില്ല. ഇതുപോലെ ഗൃഹസ്ഥനായ ഒരു ജ്ഞാനി ആ ലൗകിക സുഖങ്ങളിൽ ഒട്ടിപ്പോവില്ല. ഛർദില് പോലെയാണ് അത് ഛർദിച്ച് കളയുന്നത്. അകത്ത് കയറില്ല. അകത്ത് കയറി അതിനെ ജീർണിപ്പിച്ച് അത് തന്റെ ശരീരത്തിന്റെ ഭാഗമാവില്ല. ഗെറ്റ് ഔട്ട് അടിക്കും. മനസ്സിൽ നിന്നും വിഷയസംഘം പോയി പോവും. കുടുംബത്തിലായിരിക്കും അയാൾ കഴിയുന്നത്. റിജക്റ്റ് ചെയ്യും. ആക്സസ് ഡിനൈഡ്. ആക്സസ് ഇല്ല, പരിധിക്കപ്പുറത്ത് എന്നൊക്കെ പറയാറില്ല. അതുപോലെ പരിധി കിട്ടുമ്പോൾ സംസാരിച്ചോളൂ. അപ്പോൾ വിഷയസുഖങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. നീരിൽ നിഴലെന്ന, വെള്ളത്തിലുള്ള മരത്തിന്റെ നിഴൽ എന്താ? തലകീഴായി കാണപ്പെടും. ഇതുപോലെ ജ്ഞാനി ലൗകിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നവനെ പോലെ കാണപ്പെട്ടാലും അദ്ദേഹം ആത്മാവിനോടുകൂടിയാണ് ചേർന്ന് നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് തോന്നും, അദ്ദേഹം കുടുംബകാര്യങ്ങളൊക്കെ വലിയ താല്പര്യമുള്ള ആളാണ്, ഇദ്ദേഹമൊന്നും ജ്ഞാനിയൊന്നും ആവാനുള്ള സാധ്യതയൊന്നുമില്ല. ഒരിക്കൽ സാറിന്റെ വീട്ടിൽ പോയപ്പോൾ സാറ് പറഞ്ഞു, പോയിട്ടൊരു 10 മിനിറ്റേ ആയുള്ളൂ. സാധാരണ കുറേ നേരം സംസാരിച്ചിരിക്കും. ഒരു ദിവസം പോയപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ വേറെ സംശയമൊന്നുമില്ലല്ലോ? പറഞ്ഞു, സംശയമൊന്നുമില്ല. എന്നാ പിന്നെ ചെല്ല്, ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യം ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ ആലോചിച്ചു, ഇതെന്ത് ജ്ഞാനിയാണപ്പാ? വന്നിരിക്കുന്ന ആളിന് താൻ പതുക്കെ ചെല്ല്, ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം സംശയമൊന്നുമില്ലാതെ പിന്നെ അദ്ദേഹത്തിന്റെ സമയം കൊല്ലാൻ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാതെ പിന്നെ ഈ കമിതാക്കളെ പോലെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ എന്തിനത്? അതിന്റെ ആവശ്യം എന്താ? നമ്മൾ അവിടെ സ്ഥിതി ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശ്യം വേണം. അപ്പൊ സംശയമൊന്നുമില്ലെങ്കിൽ സ്ഥലം വിടുന്നത്. ഇതിന്റെ നേരെ വിപരീതമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു 3/4 മണിക്കൂറോളം ഇങ്ങനെ സംസാരിച്ചിരുന്നു. അവസാനം, സാറേ അപ്പൊ സമയമായി, വന്നിട്ട് കുറെ നേരമായി, അപ്പൊ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോ, ഇത്ര പെട്ടെന്നോ? 3/4 മണിക്കൂർ കൂടുതൽ കത്തിവെച്ചു. അദ്ദേഹമല്ല, ഞാൻ അദ്ദേഹത്തെ കത്തിവെച്ചു. അപ്പൊ എന്താ ഇത്? ഒന്നിനോടും സംഘമില്ല. കുടുംബകാര്യത്തോട് സംഘം ഉള്ളത് കൊണ്ടാണോ സാർ എന്നെ ഒഴിവാക്കിയത്? അല്ല, കുറെ നേരമായി, വിശേഷിച്ച് സംശയമൊന്നുമില്ല. അപ്പൊ പോയിട്ട് പിന്നെ വാ. അതാണ്. അപ്പോ വിഷയങ്ങളോട് സമ്പർക്കപ്പെടുന്നതായി ജ്ഞാനി കാണപ്പെട്ടാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ വിഷയസംഘമില്ല. അത് ആത്മാവുമായി പറ്റി നിൽക്കുന്നു. ഇനി കൺമഷിയിട്ട കണ്ണുകൾ എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? കണ്ണിൽ തേക്കുന്ന കരിയാണ് കൺമഷി. അഞ്ജനം എന്ന് പറയുന്നത് അത് കരിയാണ്. ബ്ലാക്ക്, കറുത്ത നിറത്തിലുള്ള കരി തന്നെയാണത്. പ്രത്യേക ഏതോ ഒരു എണ്ണ ഇങ്ങനെ ഇത് ചെയ്തിട്ട് അതിനെ കരിയാക്കി. അപ്പോൾ അത് കണ്ണിൽ തേച്ച് കഴിഞ്ഞാലും വലിയ നീറ്റലൊന്നും എടുക്കില്ല, കാഴ്ചശക്തി ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കണ്ണിന് വളരെ നല്ലതാണ് ഈ കൺമഷി. നല്ല കൺമഷിയായിരിക്കണം. അതിൻ്റെ ഐടെക്സ് മറ്റേ സാധനങ്ങളൊന്നും വാങ്ങിച്ച് തേക്കരുത്. അപ്പോൾ ആ കൺമഷി വാസ്തവത്തിൽ കണ്ണിൽ കരി പുരട്ടുന്നതാണ്. കരിയാണ് നമ്മൾ വാങ്ങിച്ച് തേക്കുന്നത്. പക്ഷേ കൺമഷിയിട്ട കണ്ണുകൾക്ക് സൗന്ദര്യമേറും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നമ്മുടെ കണ്ണുകൾക്ക് സൗന്ദര്യം, അഴക് വർദ്ധിക്കുന്നു. പക്ഷെ താൻ വാരി തേക്കുന്നത് കരിയാണ്, അഞ്ജനം. ഇതുപോലെ ഒരു ജ്ഞാനി കുടുംബത്തിൽ കഴിയുമ്പോൾ മറ്റുള്ളവരൊക്കെ പറയും, ഓ, അദ്ദേഹം എന്ത് ഭംഗിയായിട്ട് കുടുംബകാര്യങ്ങൾ നോക്കുന്നു, അദ്ദേഹത്തിന് കുടുംബത്തോട് വളരെ സ്നേഹമുണ്ട് എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നിയാലും ഈ ജ്ഞാനിയുടെ കാഴ്ചപ്പാടിൽ എപ്പോഴാണ് ഇതൊന്ന് തീർന്നു കിട്ടുക എന്നായിരിക്കും വിചാരം. കൺമഷി പോലെ. കൺമഷി ധരിച്ച ആളിന് അതിന്റെ മഹത്വമോ അതിന്റെ അഴവോ ഒന്നും അറിയാൻ പറ്റില്ല.
മറ്റുള്ളവർക്കാണ് അത് കണ്ടിട്ട് കൊള്ളാം, നല്ല കണ്ണുകൾ, മനോഹരമായ കണ്ണുകൾ എന്നൊക്കെ പറയും. ഇതുപോലെ ജ്ഞാനിക്ക് കുടുംബത്തോട് പറ്റൊന്നുമില്ല, സംഘമില്ല. മറ്റുള്ളവർ ഈ ജ്ഞാനിക്ക് പറ്റുണ്ട്, സംഘമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഗൃഹസ്ഥനായ ഒരു ജ്ഞാനി കഴിയുന്നത്. തുയ്യ ഇരുളാൽ വിലയേറു മാണിക്യം, ഇരുളാൽ വിലയേറും തുയ്യ മാണിക്യം. ഇരുട്ടിൽ മാണിക്യം, രത്നം കൂടുതൽ പ്രകാശിക്കും. വെളിച്ചത്തിൽ പ്രകാശിക്കുന്നതിനേക്കാളും ഇരുട്ടിൽ രത്നം പ്രഭയോടുകൂടി, നല്ല പ്രകാശത്തോടുകൂടി വെട്ടിത്തിളങ്ങും. ഇതുപോലെ സന്യാസിയായ ഒരു ജ്ഞാനിയേക്കാൾ പ്രകാശിക്കും വീട്ടിൽ കഴിയുന്ന, ഗൃഹത്തിൽ കഴിയുന്ന ജ്ഞാനി. കാരണം ചുറ്റും പരമ ലൗകികന്മാരാണ്. അവർക്ക് ലൗകിക വർത്തമാനമേ പറയാനുള്ളൂ. അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാത്ത നിർമ്മല രത്നം പോലെ ആ ജ്ഞാനപ്രഭ വിതറിക്കൊണ്ട് ജ്ഞാനി കുടുംബ മധ്യത്തിൽ കഴിയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാറ്റും ശോഭയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇരുളാൽ വിലയേറു മാണിക്യമല്ല, എല്ലാ പൊരുൾ പോലെ അല്ല പൊരുൾ. സാധാരണ ഇരുട്ടിൽ നമുക്ക് വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. ഇരുട്ട് കൊണ്ട് ബാധിക്കപ്പെടുന്നവയാണ് സാധാരണ വസ്തുക്കൾ. ഇരുളാൽ ബാധിക്കപ്പെടുന്ന ഒരു വസ്തുവല്ല രത്നം, അത് അല്ലെങ്കിൽ മാണിക്യം. സന്യാസിയെക്കാളും ശോഭിക്കുന്നവനാണ് ഗൃഹസ്ഥനായ ജ്ഞാനി. ഗൃഹസ്ഥൻ അല്ല, ഗൃഹസ്ഥനായ ജ്ഞാനി. ആ ഗൃഹസ്ഥധർമ്മം ഒരു തരത്തിലും വിഷമം ഉണ്ടാക്കുന്നില്ല. നേരത്തെ കണ്ണിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ. ആ കണ്ണില് കൺമഷി ധരിക്കുമ്പോൾ സ്വല്പം നീട്ടിലൊക്കെ എടുത്തു വന്നിരിക്കും. അതുപോലെ കുടുംബത്തിൽ കഴിയുമ്പോൾ ആ കുടുംബത്തിൽ രമിച്ചല്ല ഈ ഗൃഹസ്ഥനായ ജ്ഞാനി കഴിയുന്നത്. നമ്മുടെ പ്രാരബ്ധം അത് കുറച്ചു കാലം കൂടെ ഇരിക്കും. ഇത് എപ്പോഴാണ് ഒന്ന് വിട്ടുകിട്ടുക, ഞാനായിട്ട് ഇതിനെ വിട്ടു പോകുന്നില്ല, ഇത് എപ്പോഴാണ് അവസാനിക്കും ഈ പ്രപഞ്ചബന്ധം എന്നൊരു പ്രതീക്ഷയോടുകൂടെ കാത്തുകൊണ്ടിരിക്കും ഗൃഹസ്ഥനായ ജ്ഞാനി. അതിന്റെ മലയാള വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. കുടുംബജീവിതം നയിക്കുന്ന മഹാജ്ഞാനികളെ നെയ്യുണ്ട ശ്വാനനോടും ജലത്തിലെ വൃക്ഷനിഴലോടും അഞ്ജനമെഴുതിയ നാരീ നയനത്തോടും തുല്യപ്പെടുത്തി ഇവിടെ പറയുന്നു. എങ്ങനെയെന്നാൽ നായ നെയ്തെന്നാലും അത് ഉടനെ ഛർദ്ദിച്ചു കളയുന്നു. അതുപോലെ മഹാജ്ഞാനി കുടുംബസുഖം അനുഭവിക്കുന്നതായി തോന്നിയാലും അതിൻ്റെ സുഖം ആന്തരമായി ഗ്രഹിക്കാതെ വിട്ടുകളയുന്നു. ഊർധ്വമുഖമായി മരം നിന്നാലും അതിൻ്റെ നിഴൽ നീരിൽ കാണുന്നത് അധോമുഖമായിട്ടാണ്. അതുപോലെ സർവവ്യാപകമായ ചിതാകാശത്തിൽ ജ്ഞാനി രസിച്ച് ഊർധ്വരേതസ്സായിരിക്കുകയാണ്. ഊർധ്വരേതസ് എന്ന് പറഞ്ഞാൽ വീര്യത്തെ നഷ്ടപ്പെടുത്താതെ തൻ്റെ ശരീരത്തിൽ അതിനെ സാധനയ്ക്ക് സഹായകമായി ശേഖരിച്ചു വെക്കുന്നു. അതാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ആ വീര്യം പാഴാക്കപ്പെടാനുള്ള ഒന്നല്ല. അതാണ് ഊർധ്വരേതസ്. അധോമുഖമായി അധഃപതനത്തിന് കാരണമായ കുടുംബജീവിതത്തിൽ ഇരുന്നാലും കണ്ണിൽ അഞ്ജനമെഴുതിയ നാരിയുടെ നയനങ്ങൾ ലോകർക്ക് അഴകായും അവൾക്ക് അത് വെറും കറുപ്പായും തോന്നുന്നത് പോലെ ജ്ഞാനിയുടെ കുടുംബജീവിതം കുടുംബാംഗങ്ങൾക്ക് ഉപകാരപ്രദമായും ജ്ഞാനിക്ക് ഉപേക്ഷാ വിഷയമായുമാണ് അനുഭവപ്പെടുന്നത്. ഉപേക്ഷയല്ല, ഉപേക്ഷാ വിഷയമായുമാണ് അനുഭവപ്പെടുന്നത്. മാണിക്യരത്നം കൂടുതലായി ഇരുളിലാണ് പ്രകാശം വീശുന്നത്. മറ്റെല്ലാ വസ്തുക്കളും ഇരുളിൽ മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ മഹാജ്ഞാനിക്കുള്ള കുടുംബജീവിതം അദ്ദേഹത്തിൻ്റെ അരുൾനിലയെ ഉത്തരോത്തരം ഉജ്ജ്വലമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ മങ്ങിപ്പിക്കാൻ ആ കുടുംബജീവിതം ഇടയാകുന്നില്ല. അജ്ഞാനികൾക്കാകട്ടെ അവരുടെ ആസക്തമായ കുടുംബജീവിതം അവരുടെ സംസാര ബന്ധത്തെ നാൾക്കുനാൾ പ്രവൃദ്ധമാക്കുന്നതല്ലാതെ ഒരു വിധത്തിലും അതിൽ നിന്ന് മോചനത്തിന് സഹായകമായി തീരുന്നില്ല. അപ്പോൾ ആ ജ്ഞാനമാണ് ഏതാശ്രമത്തെയും പവിത്രമാക്കി തീർക്കുന്നത്. വരുന്ന ശനിയാഴ്ച കരമനയിൽ വാസിഷ്ട ക്ലാസ് ഉണ്ടാവില്ല, ഞായറാഴ്ചയേ ഉള്ളൂ. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.